السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين. صدق الله المولانا العليم. فقال النبي صلى الله عليه وسلم: من تمسك بسنتي عند فساد أمتي فله أجر 100 شهيد. قال رسول الله: والله لولا أنت ما اهتدينا ولا تصدقنا ولا صلينا. فأنزلا سكينة علينا وثبت الأقدام إذ لاقينا. أنت الشفيع الذي ترجى شفاعته على الصراط إذا ما زلت القدم. وصاحبك فلا أنساهما أبدا مني السلام عليكم ما جرى القلم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بأيدينا قلت حيلتنا
أدركنا يا رسول الله اللهم صل وسلم وبارك عليه. അർജാൻ മെഹ്റ മസ്ജിദ് ഇതിന്റെ കീഴിൽ നടത്തപ്പെടുന്ന ഇഷ്ക് റസൂൽ മൗലീദ് ഫസ്റ്റ്, അതുപോലെ മദ്ഹുർ റസൂൽ പ്രഭാഷണം ഈ മഹത്തായ വേദിയിൽ ഒരുമിച്ചുകൂടിയ ബഹുമാനപ്പെട്ട സ്വാലിഹ് മൗലവി ഉസ്താദ് അവറുകൾ, അതുപോലെ തന്നെ അബ്ദുൽ നാസിർ സഖാഫി, അതുപോലെ റസാഖ് മൗലവി ഉസ്താദ് അവറുകൾ, അതുപോലെ ഈ നാട്ടിന്റെ പ്രഗത്ഭനായ പ്രസിഡന്റ് കുഞ്ഞമാഹിൻ കുട്ടി അവരുകൾ, അതുപോലെ വേദിയിൽ ഒരുമിച്ചുകൂടിയ നേതാക്കൾ, സ്നേഹസമ്പന്നരായ രക്ഷിതാക്കൾ, യുവാക്കൾ, വാത്സല്യനിധികളായ ഉമ്മമാർ, പെങ്ങന്മാരായ സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ മഹത്തായ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിലേക്ക് വരുന്ന മുഴുവൻ ആഫത്തുകളും ബലാലുകളും വിഷമങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മിൽ നിന്ന് നീക്കി തരുമാറാവട്ടെ. എല്ലാ നിലക്കുള്ള ടെൻഷനുകളും എല്ലാ നിലക്കുള്ള പ്രയാസങ്ങളും അല്ലാഹു നമ്മിൽ നിന്ന് വിദൂരത്താക്കി തരുമാറാവട്ടെ. ഒരുപാട് യാതനകൾ, വേദനകൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരന്മാര്, സിറിയയുടെ ഓമനമക്കൾ, അഫ്ഗാനിന്റെ ഓമനമക്കൾ, ഇറാഖിന്റെ തെരുവീതികളിൽ വീണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓമനമക്കൾ, അതുപോലെ ഫിലസ്തീനിന്റെ സഹോദരന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല തുമഅനീനത്ത് നൽകുമാറാവട്ടെ, സമാധാനം നൽകുമാറാവട്ടെ. നമ്മുടെ ഈ നാടുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല സമാധാനവും നിലനിർത്തി തരുമാറാവട്ടെ. എല്ലാ നിലക്കുള്ള അനൈക്യത്തിനെ തൊട്ട് അല്ലാഹു നമ്മുടെ നാടുകളെയും അതുപോലെ നമ്മുടെ സ്വന്തം നാടുകളെയും നമ്മൾ നേതൃത്വം കൊടുക്കുന്ന നാടുകളെയും അതുപോലെ മുഴുവൻ മുസ്ലിം മഹല്ലുകളെയും അല്ലാഹു കാത്തു സലാമത്താക്കി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ നമ്മുടെ ഈ മഹത്തായ പരിപാടിയെ ഓൺലൈനിലൂടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വീക്ഷകന്മാരുണ്ടാകാം. ഈ നാട്ടുകാരിലും പുറം നാട്ടുകാരിലും കർണാടകയിൽ നിന്നും കേരളത്തിൽ നിന്നും ഒരുപാട് ആളുകൾ, ദുബായ്, ഖത്തർ, അതുപോലെ തന്നെ ബഹ്റൈൻ, അതുപോലെ തന്നെ സൗദി അറേബ്യ, മസ്കത്ത്, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ ഈ പരിപാടി വീക്ഷിക്കുന്നവരുണ്ടാകാം. അല്ലാഹു സുബ്ഹാനഹു തആല അവർക്കൊക്കെ ആഫിയത്തും ആരോഗ്യം കൊടുക്കുമാറാവട്ടെ. അവരുടെ ജോലിയിലൊക്കെ അല്ലാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. എല്ലാ നിലക്കുള്ള സന്തോഷങ്ങൾ അല്ലാഹു അവർക്ക് നൽകി, കൈനിറയെ സമ്പാദ്യങ്ങൾ നൽകി അല്ലാഹു നാട്ടിലെത്തി കുടുംബങ്ങളെ കണ്ട് സന്തോഷിക്കാനുള്ള ഭാഗ്യം അല്ലാഹു അവർക്ക് നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. സഹോദരന്മാരെ, ഞാൻ ഒരുപാട് നീട്ടി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നിങ്ങൾ അസർ മുതൽ നടത്തി വരുന്നവരാണ്. അപ്പോൾ ക്ഷീണമുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയം തന്നെയാണ്. ഞാനാണെങ്കിലോ ഇന്ന് രാവിലെ തൊട്ട് മുതൽ 2-3 പരിപാടി കഴിഞ്ഞിട്ട് ഉപ്പിനങ്ങാടി ഭാഗത്ത്, ബെൽത്തങ്ങാടി ഭാഗത്ത്, അവസാനം ഇന്നിപ്പോ ഇവിടെ എത്തിയതാണ്. ഇത് കഴിഞ്ഞിട്ട് കോഴിക്കോട് പോകാനുമുണ്ട്.
അതുകൊണ്ട് ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. നിങ്ങൾ നോട്ടീസിൽ കാണിച്ചതുപോലെ വിശുദ്ധമായ ഖുർആനും അതുപോലെ തന്നെ നബിയുടെ നബിചര്യയും എന്നുള്ളതിനെ കുറിച്ചാണല്ലോ നമുക്കിവിടെ സംസാരിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല ഒരൽപ്പം അത് പറയുവാനും അത് കേൾക്കുവാനും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരന്മാരെ, ലോകത്ത് ഇന്ന് ഒരുപാട് ചർച്ചകൾക്കും ചർവിതകൾക്കും വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. ഇസ്ലാമിനെ പോലെ ചർച്ചയ്ക്കും മറ്റുള്ള വിഷയങ്ങൾക്കും മറ്റേതൊരു മതവും ഇന്ന് കാണുന്നില്ല. ലോകാടിസ്ഥാനത്തില് പരിശുദ്ധമായ ഇസ്ലാം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ അതിന്റെ ബലാഗത്തും അതിന്റെ സാഹിത്യവും അതിന്റെ അമാനുഷികമായ കഴിവുകളും മാസ്മരികമായ കഴിവുകളുമൊക്കെ ലോകത്തുള്ള ആളുകൾ അത് വീക്ഷിക്കുകയും ബുദ്ധിജീവികൾ അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ദിവസേന. കാരണം പരിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ച് എത്രമാത്രം ചർച്ചകൾ ചർവിതകൾ നടക്കുകയാണെങ്കിലും ലോകമൊട്ടാകെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകള് നമ്മുടെ ചെറുപ്പക്കാര് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അഥവാ മുസ്ലിം സമുദായം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ കുഞ്ഞുങ്ങൾ, എട്ടും പൊട്ടു തിരിയാത്ത ചെറിയ കുഞ്ഞുങ്ങൾ, അവർക്ക് ലോകമറിയില്ല, ലോകത്തിന്റെ സ്ഥിതിഗതികൾ അറിയില്ല, ലോകത്തിന്റെ സ്തംഭനങ്ങൾ അവർക്ക് അറിയില്ല. ലോകത്ത് ഒന്നും അറിയാത്ത ചെറിയ കുഞ്ഞുങ്ങളെ കിലാതമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേവലം ഇസ്ലാമിലൂടെ ജനിച്ചു എന്നുള്ളതിന്റെ പേരില്. ഇനൊരു ഭാഗത്ത് മുസ്ലിം ആയതിന്റെ പേരില് ലോകത്ത് ഒന്നടങ്കം ഇസ്ലാമിനെയും അതുപോലെ മുസ്ലിമീങ്ങളെയും നിർത്തടമില്ലാത്ത ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പരിശുദ്ധമായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ മഹത്തായ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, പരിശുദ്ധമായ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ വിശദമായി കടന്നു ചെല്ലുന്നില്ല. പരിശുദ്ധമായ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അല്ലാഹുവിന്റെ കലാമാണ്. അല്ലാഹുവിന്റെ കലാം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ വാക്കാണത്, അല്ലാഹുവിന്റെ സംസാരമാണ്. എന്തിനാണ് അല്ലാഹുവിന്റെ സംസാരം? എന്തിനാണ് അല്ലാഹുവിന്റെ കലാം? ഈ ലോകത്തിലുള്ള മനുഷ്യർക്ക് അല്ലാഹുവിന്റെ ദീന് പഠിപ്പിച്ചു കൊടുക്കാൻ, ദുന്യവിയായ മോക്ഷത്തിന്റെയും ഉഖ്റവിയായ മോക്ഷത്തിന്റെയും എല്ലാവിധ ഡിപ്പാർട്ട്മെന്റുകൾ പഠിപ്പിക്കുകയും അതിന്റെ നിയമങ്ങളും അതിന്റെ മോഡലുകളും ഈ ലോകത്ത് കാണിക്കാനാണ് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾക്ക് ഇറക്കി തന്നത്. ആ പരിശുദ്ധമായ ഖുർആനിൽ തന്നെ കാണാം, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ആദ്യമായി അല്ലാഹു ഭൂമി ലോകത്തേക്ക് ഏൽപ്പിക്കുകയാണ്. ശ്രദ്ധിക്കണം, ഇങ്ങോട്ട്. ഭൂമി ലോകത്തേക്ക് അല്ലാഹുവിന്റെ ഖുർആൻ അല്ലാഹു ഏൽപ്പിക്കുകയാണ്. എന്താണ് ഇത് ഏൽപ്പിച്ചപ്പോൾ ഭൂമി പറഞ്ഞത്? പടച്ചവനെ, നിന്റെ ഖുർആൻ ഏറ്റു നടക്കാൻ, നിന്റെ ഖുർആൻ ഏറ്റുവാങ്ങാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. അതിന്റെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാൻ നിന്റെ കലാമാണു, നിന്റെ ഖുർആനാണു, അത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് ഭൂമി പറയുകയോ, അല്ലാഹുവിനോട് ഭൂമി പറയുകയാണ്, ഈ ഖുർആൻ ഞങ്ങളുടെ മുകളിലൂടെ ഏറ്റെടുക്കാതെ, ഏൽപ്പിക്കാതെ വേറെ ആരുടെ മുകളിലെങ്കിലും ഏൽപ്പിച്ചോ. രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ഖുർആനിനെ അവൻ ഏൽപ്പിക്കുന്നത് ആകാശത്തിനോടാണ്.
ഏതാണ് ആകാശം? തൂണില്ലാത്ത ആകാശമുണ്ടല്ലോ. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത്. അതാ തൂണില്ലാത്ത ആകാശത്തിനെ നമ്മൾ അതാ നിർത്തിയത് എങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? മനസ്സിലാക്കുന്നുണ്ടോ? നോക്കുന്നുണ്ടോ? ദുനിയാവിന്റെ എല്ലാ ആഡംബരത്തിന്റെ മുമ്പിൽ കൈ കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യ, അതാ ആകാശം എങ്ങനെയാണ് നമ്മൾ നിർത്തിയത്? അല്ലാഹു ചോദിക്കുകയാണ്. ആ ആകാശത്തിലേക്ക് പരിശുദ്ധമായ ഖുർആൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ആകാശം പറയുന്നത് എന്താണ്? ഭൂമി നേരത്തെ പറഞ്ഞ വാചകം തന്നെ, അല്ലാഹുവേ നിന്റെ കലാമാണ്, നിന്റെ ഖുർആനാണ്. ആ ഖുർആനിനേറ്റ് നടക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. പടച്ചവനെ, അത് നീ വേറെ ആർക്കെങ്കിലും ഏൽപ്പിക്കണമെന്ന് ആകാശം വിളിച്ചു പറഞ്ഞപ്പോ അവസാനം ഏൽപ്പിക്കുന്നു. പർവ്വതത്തിലേക്ക് അല്ലാഹു ഏൽപ്പിക്കുന്നു. ഏതാണ് പർവ്വതം? ഈ ലോകത്തിന് വേണ്ടതുപോലെ കൈകാര്യം ചെയ്തുകൊണ്ട് ബാലൻസ് റോഡുകളായി നാട്ടിവെച്ചതായ പർവ്വതമാണ്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത്. അതേ പർവ്വതത്തിന് നമ്മൾ എങ്ങനെയാണ് നാട്ടിവെച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഭൂമി ആടാതിരിക്കാൻ, ഭൂമി ഷേക്കുണ്ടാകാതിരിക്കാൻ നമ്മൾ പർവ്വതത്തിനെ നാട്ടിവെച്ചിരിക്കുന്നു. ബാലൻസ് റോഡുകളായി, ബാലൻസ് ആണികളായി നമ്മൾ പർവ്വതത്തിനെ വെച്ചിരിക്കുന്നു. അങ്ങനെയുള്ള പർവ്വതത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ഖുർആനിനെ ഏൽപ്പിക്കുന്നു. പർവ്വതം പറയുന്ന വാചകം എന്താണ്? നേരത്തെ ഭൂമിയും ആകാശം പറഞ്ഞതുപോലെ, പടച്ചവനെ, അവിടുന്ന് ഇമാമിങ്ങൾ അവരുടെ ഗ്രന്ഥത്തിൽ എഴുതി വെക്കുകയാണ്, ആകാശത്തിനെയും ഭൂമിനെയും ഏൽപ്പിച്ചപ്പോ അത് രണ്ട് വേണ്ടെന്ന് പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു തആല പർവ്വതത്തിലേക്ക് ഖുർആനെ ഏൽപ്പിക്കുകയാണ്. ആ സമയത്ത് പർവ്വതത്തിന്റെ അകത്തലങ്ങളിൽ കിടക്കുന്ന വലിയ പാറകളങ്ങ് പൊട്ടിക്കളയുന്നു. വലിയ പാറകളുടെ കഥ പൊട്ടിയിട്ട് അതിന്റെ ഉൾഭാഗത്തിലൂടെ വെള്ളം പുറത്തേക്ക് വരുന്നു. കണ്ണിലൂടെ വെള്ളം വരുന്നു. ഏതാണ്? അല്ലാഹുവിന്റെ ഖുർആന് ആ പർവ്വതത്തിലേക്ക് ഏൽപ്പിച്ചപ്പോ പർവ്വതത്തിന്റെ അകത്തിൽ കിടക്കുന്നതായ വലിയ വലിയ പാറകള്, വലിയ വലിയ പാറകൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. കാരണം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അത് ചില്ലറ വിഷയമല്ലല്ലോ, അത് ചില്ലറ കാര്യമല്ലല്ലോ എന്ന പർവ്വതങ്ങള് നിലവിളിക്കുന്നു. അല്ലാഹുവിനോട് പർവ്വതം വിളിച്ചു പറയുകയാണ്, ഓ പടച്ചവനെ, അല്ലാഹുവേ, നിന്റെ ഖുർആൻ അത് ഭയങ്കരമാണ്, വല്ലാത്ത കലാമാണ് നിന്റെ ഖുർആൻ. അതുകൊണ്ട് ഖുർആനിനെ ഏറ്റുവാങ്ങാൻ, ഖുർആനിനെ ചുമക്കാൻ ഞങ്ങൾക്ക് പവറില്ല, ഞങ്ങളെ കൊണ്ട് പറ്റില്ല. അത് നിങ്ങൾ വേറെ ആർക്കെങ്കിലും ഏൽപ്പിക്കണം എന്ന് പർവ്വതങ്ങൾ പറഞ്ഞു. അവസാനം ഖുർആനിനെ ഏൽപ്പിക്കുന്നത് ആരോടാണ്? മനുഷ്യരുടെ മുകളിലാണ്. ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ, ആ വിശുദ്ധമായ ഖുർആൻ, നേരത്തെ ഇവിടെ സ്വാഗതത്തിൽ ഓതിയ ആയത്ത് കേട്ടിട്ടില്ലേ നിങ്ങൾ? ആ പരിശുദ്ധമായ ഖുർആന് എല്ലാം സാധനത്തിലേക്ക് അല്ലാഹു ഏൽപ്പിച്ചപ്പോൾ അവരൊക്കെ പൊട്ടി പേടിച്ചങ്ങ് വിറച്ചുപോയി. അവസാനമായി ഖുർആൻ ഏൽപ്പിക്കുന്നത് ആരുടെ കയ്യിലാണ്? മനുഷ്യരാകുന്ന നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. മനുഷ്യരാകുന്ന നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു.
ഹബീബായ നബി തങ്ങളുടെ കയ്യിൽ കൊടുക്കുന്നു. എന്നിട്ട് അല്ലാഹു ഖുർആനിലൂടെ പറയുന്നത് കണ്ടോ, ഇന്നഹു കാന ളലൂമൻ ജഹൂലാ. പരിശുദ്ധമായ ഖുർആൻ നമ്മൾ മനുഷ്യരിലേക്ക് ഇറക്കി കൊടുത്തിട്ട് അവരതാ വിവരമില്ലാത്തവരായി പോയി, അക്രമികളായി പോയി, വിഡ്ഢികളായി പോയി. ഖുർആനിനെ വെക്കേണ്ട സ്ഥലത്ത് അവർ വെച്ചില്ല, ഏറ്റെടുക്കേണ്ട രൂപത്തിൽ അവർ ഏറ്റെടുത്തില്ല, പഠിക്കേണ്ട രൂപത്തിൽ അവർ പഠിച്ചില്ല. ഖുർആന് കൊണ്ട് പലരും അതാ കാഫറായി പോകുന്നു. യഹ്ദീ ബിഹി കസീറാ വയുദില്ലു ബിഹി കസീറാ. ഖുർആന് കൊണ്ട് ചില ആളുകൾ കാഫറായി പോകുന്നു, ചില ആളുകൾ ഹിദായത്ത് സിദ്ധിക്കുന്നു. ആ പരിശുദ്ധമായ ഖുർആനിനെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാൻ കഴിയാത്തപ്പോ ഈ സമുദായത്തിന് വലിയ നാശമെത്തിപ്പോയി, ഈ സമുദായത്തിന് വലിയ പ്രയാസമെത്തിപ്പോയി, ഈ സമുദായത്തിന് വലിയ ബുദ്ധിമുട്ടുകൾ അല്ലാഹു നൽകിപ്പോയി. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ലോകത്തുണ്ടാകുന്ന സകലമാന ഫിത്നകള്, കടലിലുണ്ടാകുന്ന സകലമാന ഫിത്നകളുണ്ടല്ലോ, മനുഷ്യരുടെ കൈകളുടെ പ്രവർത്തിക്കുന്നതിന്റെ പരിണിത ഫലമായിട്ട് അല്ലാഹു നൽകുന്നു. വടികൊടുത്തടി വാങ്ങിയതുപോലെ മനുഷ്യരുടെ കൈകളുടെ പ്രവർത്തിച്ചതിന്റെ ഫലമായി അല്ലാഹു എന്തെന്നില്ലാത്ത ശിക്ഷകൾ നൽകുന്നു. ഇറാഖിന്റെ ഓമന മക്കള് വീണ് മരിക്കുന്നു. സിയാക്കളതാ സിറിയയിലുള്ള പാവപ്പെട്ട സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ കൊന്നൊടുക്കുന്നു. അവരെ ആലിമീങ്ങള് നിഷേധിക്കുന്നു, പണ്ഡിതന്മാരെ ആക്ഷേപിക്കുന്നു, സാദാത്യങ്ങളെ ചീത്ത പറയുന്നു. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഈ സമുദായത്തിലേക്ക് വന്നപ്പോൾ അല്ലാഹു പല നിലക്കുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലാഹു നൽകുകയാണ്. അതിന്റെ ഹദീസ് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനത്തിൽ വായിച്ചു തരാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ പരിശുദ്ധമായ ഖുർആൻ വൈൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതു, പരിശുദ്ധമായ ഖുർആന് പറഞ്ഞില്ലേ, നിങ്ങൾ ഖുർആനിനോട് കടപിടിക്കുന്നവരാണെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂലിനോട് ഖുർആൻ ഓതിക്കൊടുക്കുന്നു. ഖുർആനിനെ ആക്ഷേപിച്ചിട്ട് ഫലമില്ല, ഖുർആനിനെ ചീത്ത പറഞ്ഞിട്ട് ഫലമില്ല, ഖുർആനിന്റെ അനുയായികൾ നിങ്ങൾ മർദ്ദിച്ചിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഖുർആനിനോട് കടപിടിക്കുന്നവരാണെങ്കിൽ വേണമെങ്കിൽ ജിന്നുക്കളെ കൂട്ടിക്കോ, അല്ലെങ്കിൽ പേദങ്ങളെ കൂട്ടിക്കോ, ഭൂതങ്ങളെ കൂട്ടിക്കോ, സർവത്തിന് നിങ്ങൾ കൂട്ടിക്കോ. ഖുർആനിനോട് തുല്യമായ ഒരു ഇക്വലായ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ കഴിയുമോ? ഖുർആൻ ചോദിക്കുകയാണ്, വെല്ലുവിളിക്കുകയാണ് ഖുർആൻ. എപ്പോഴാ വെല്ലുവിളിച്ചത്? ഇന്നലെയല്ല, കഴിഞ്ഞ ദിവസങ്ങളിലല്ല, മറിച്ച് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആനെ വെല്ലുവിളിക്കുന്നു. ലോകത്ത് കഴിഞ്ഞുപോയ ഹിറ്റ്ലറിനോടും നപ്പോളിയന്മാരോടും അങ്ങനെ എല്ലാ വിഭാഗത്തിനോടും വലിയ ആളുകളോടും ബുദ്ധിജീവികളോടും തത്വചിന്തകന്മാരോടും മൗറിസ് ബുക്കായിയോടും അതുപോലെ തന്നെ സോക്രട്ടീസിനോടും ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ ബുദ്ധിജീവികളെയും വെല്ലുവിളിക്കുന്നു ഖുർആൻ. വൈകുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, ഖുർആനിനോട് തുല്യമായ ഈക്വലായ ഒരു ഗ്രന്ഥം കൊണ്ടുവരൂ.
ഖുർആനെ വെല്ലുവിളിക്കുന്നു. അബൂജഹൽ അത് കേൾക്കുന്നു. അപ്പൊ അബൂജഹൽ എന്താ മനസ്സിലാക്കിയത്? ഒരു ഖുർആന് കൊണ്ടുവരണ്ടേ. ഇവരെന്താക്കി? എല്ലാവരെയും വിളിച്ചു. ഉത്ബത്ത്, ഷൈബത്ത്, വലീദ്, അങ്ങനെ തുടങ്ങി എല്ലാവരെയും വിളിച്ചു. അല്ലയോ പ്രിയപ്പെട്ട അനുയായികളെ, മുഹമ്മദ് വെല്ലുവിളിക്കുന്നുണ്ട്, ഖുർആനിനോട് തുല്യമായ ഈക്വലായ ഒരു ഗ്രന്ഥം കൊണ്ടുവരണം. അതിനും പറ്റിയില്ലെങ്കിലോ ഖുർആനിനോട് തുല്യമായ ഒരു ഗ്രന്ഥം നിങ്ങൾ കൊണ്ടുവരണ്ട, മറിച്ച് ഖുർആനിനോട് ഏറ്റവും വലിയ ഒരേ സൂറത്തിനെങ്കിലും നിങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് ചോദിച്ചു. പക്ഷേ അതും നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ഖുർആനെ വിളിച്ചു പറയുകയാണ്, ഖുർആനിന്റെ ഏറ്റവും ചെറിയ സൂറത്തെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരായത്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ? ഇത് കേട്ടപ്പോ അബൂജഹൽ എല്ലാവരെ വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു, അല്ലയോ ഖുറൈശികളെ, ഞാനിതാ ഖുർആൻ ചെയ്തിരിക്കുന്നു. അബൂജഹൽ ഒരു ഖുർആൻ കൊണ്ടുവന്നു. അൽഫീലു മൽഫീൽ വമാ അദ്റാക മൽഫീൽ ലഹു ദനബുൻ തവീൽ. ഖുർആനിന്റെ സൂറത്തല്ലേ. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹു ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും അസ്ഫിൻ മഅകൂൽ. നബിയെ, ആനകളും വമ്പാളികളുമായി വന്ന കുതിരപ്പടയാളികളെ, ആനപ്പടയാളികളെ, ആനക്കളം വർഷമെന്ന് പറയുന്ന അബ്രഹത്ത് സൈന്യത്തിനെ നശിപ്പിച്ചത് എങ്ങനെയാണെന്നോ? നബി തങ്ങൾ ജനിക്കുന്നത് 53-52 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ നശിപ്പിച്ചത് എങ്ങനെയാണെന്നോ? ഖുർആൻ അതാ ഓതിക്കൊടുക്കുന്നു. ചെറിയ നരകത്തിന്റെ സിജ്ജീൽ എന്ന് പറയുന്ന നരകത്തിന്റെ കല്ലുകളെ കൊണ്ടുവന്നിട്ട്, ചെറിയ ചെറിയ പക്ഷികളുടെ റെക്കയിലും അതിന്റെ കൊക്കിലും കൊണ്ടുവന്നിട്ട്, വലിയ ആനകളും വമ്പാലികളുമായി വന്ന അബ്രഹത്തിന്റെ 70,000 പട്ടാളക്കാരെ നമ്മൾ നശിപ്പിച്ചത് എങ്ങനെയാണെന്നോ നബിയേ? ഖുർആനത് വിശദീകരിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ അതിലേക്ക് കടക്കാൻ സമയമില്ല, ഇരിക്കട്ടെ. അതിനൊരു ഖുർആന് കൊണ്ടുവന്നു. നബിയെ, ആന എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? വലിയ ആനയാണ്. അതിന്റെ ബീംബ്, അതിന്റെ വാല് വല്ലാത്ത നീളമുണ്ട് എന്നിങ്ങനെ വന്ന് ഖുർആൻ ഓതി. അപ്പൊ എല്ലാരും കൂടി റെഡിയല്ലേ? ആ റെഡി. നല്ല ഖുർആൻ അബൂജഹൽ ഉണ്ടാക്കിയത്. അങ്ങനെ വന്ന് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്ന് ഖുർആൻ ഓതി കൊടുക്കുന്നു. ആരുടെ ഖുർആനാണ്? അല്ലാഹുവിന്റെ കലാമല്ല. ഖുർആനിനോട് വെല്ലുവിളിച്ചതിന്റെ പേരില്, ഖുർആനെ വെല്ലുവിളിച്ചതിന്റെ പേരില് അതിനതാ തുല്യമാണെന്ന് പറഞ്ഞൊരു ഗ്രന്ഥം അതാ ഒരു സൂറത്ത് കൊണ്ടുവരുന്നു അവന്റെ ഭാഷയിൽ. ആരെന്ന് പറഞ്ഞാൽ അതിന്റെ വാൽ വല്ലാത്ത നീളമുണ്ട്. അപ്പൊ ആനന്റെ ഏതാ നീളമുള്ള സാധനം? അതിന്റെ ചെവിടന് പിന്നെയും ഒപ്പിക്കായിരുന്നു പറഞ്ഞത്. ചെവിട് വല്ലാത്ത വലുതാണെന്ന്. അങ്ങനെ ഇത് കേൾക്കുമ്പോഴൊക്കെ എല്ലാവരും പൊട്ടിച്ചിരിച്ചു. നബിതങ്ങൾ ആനയെ കണ്ടിട്ടില്ലേ? പക്ഷെ ഖുർആനിൽ ആനയെ കുറിച്ചിട്ട് വലിയ വിഷയം പറഞ്ഞില്ല. പിന്നെ ഇതിനെ കുറിച്ചിട്ടാ പറഞ്ഞത്? ഒട്ടകത്തിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ചിന്തിക്കുന്നുണ്ടോ? മറ്റുള്ള ജീവികളിൽ ഇല്ലാത്ത പുതിയ പുതിയ കാര്യങ്ങള്, അല്ലെങ്കിൽ മറ്റെല്ലാ ജീവികളുടെ 18 തരത്തിലുള്ള ചില പാർട്സുകള് ഒട്ടകത്തിൽ ഒരു പ്രത്യേകമായൊരു ടാങ്ക് ഉണ്ട് എന്ന് ഖുർആനിലൂടെ അല്ലാഹു പറയുന്നുണ്ട്. എന്നാൽ
പരിശുദ്ധമായ ഖുർആനിനോട് തുല്യമായൊരു ഗ്രന്ഥം ലോകത്ത് കൊണ്ടുവരാൻ ഇന്നേ വരെ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. ലോകത്ത് കൂടുതലായി വായിക്കപ്പെടുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. ലോകത്ത് കൂടുതലായി അനുകരണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. ഈ അടുത്ത കാലത്ത് ഒരാൾ ഖുർആൻ കൊണ്ടുവന്നു. എവിടെയാണെന്നറിയോ? ഇന്ത്യയിൽ പഞ്ചാബിൽ വെച്ചിട്ട് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാൻ ഒരു ഖുർആൻ കൊണ്ടുവന്നു. എന്നല്ലാഹു നബിയാക്കിയിരിക്കുന്നു എന്ന് വാദിച്ച ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന നബിയുൽ ലാ കദിബ, ഞാൻ അല്ലാഹുവിന്റെ നബിയാണ്, ഞാൻ കള്ളം പറയുന്നതല്ല. അന ആഖിബുൻ, ഞാൻ ആഖിബാണ്. ഫൽ ആഖിബു ലൈസ ബഅദ നബിയ, ആഖിബ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എന്റെ ശേഷം ഒരു നബി വരാറില്ല. പക്ഷേ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി വാദിക്കുകയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഞാൻ ഈ അടുത്ത കാലത്ത് ജീവിച്ചു പോയ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി ഉണ്ടല്ലോ, അവന് വാദിക്കുന്നു എന്നെ അല്ലാഹു നബിയാക്കി നിയോഗിച്ചിരിക്കുന്നു. നബിയായപ്പോ അതേ കള്ള പ്രവാചകന്മാര് വന്നില്ലേ, അക്കൂട്ടത്തിൽപ്പെട്ടവനാണ് മുസൈലമത്തുൽ കദ്ദാബ്. എന്താണ് നബിതങ്ങളുടെ കാലത്ത് തന്നെ നബിതങ്ങൾക്ക് ഒരു കത്ത് എഴുതുകയാണ്. മുസൈലിമത്തുൽ കദ്ദാബ്, മുഹമ്മദേ, ഞാൻ യമാമയുടെ ഒരു പ്രവാചകൻ, നീയോ മക്കയുടെയും മദീനയുടെയും ഒരു പ്രവാചകനാണ്. എന്നാല് ഞങ്ങളുടെ ഈ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടല്ലോ, 50-50, ഞാൻ ഇവിടെ ഒരു 50, പിന്നെ യമാമയുടെ പ്രവാചകനാണ്. എന്നിട്ട് നീ മക്കയുടെയും ഒരു മദീനയുടെയും പ്രവാചകൻ, ഞങ്ങൾ രണ്ടുപേർക്കും നബിയായി ജീവിക്കാം, ഞങ്ങളുടെ ഇടയിൽ ഒരു കുഴപ്പമൊന്നും വേണ്ട ഹേ എന്ന് മുസൈലിമത്തുൽ കദ്ദാബ് കത്തെഴുതി. ആരിക്കാ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ പറഞ്ഞു, മുസൈലിമത്തുൽ കദ്ദാബ്, നീ കള്ളനാണ്, നീ ഒരിക്കലും പ്രവാചകനല്ല. ഞാനാണെങ്കിൽ അബ്ദുൽ മുത്തലിബ്, അന നബിയുൽ ലാ കദിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനാണോ, ഞാൻ കള്ളം പറയുന്നതല്ല. അന ഖാതിമുൻ നബിയ്യീൻ വറസൂൽ റബ്ബിൽ ആലമീൻ. ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ്, അല്ലാഹുവിന്റെ റസൂലാണ്. മുഹമ്മദു സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉറുബിൻ വമിൻ അജമീ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോകുന്നു. അങ്ങനെ ഒരുപാട് ദൂരമെത്തിയപ്പോ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇബ്നു മസ്ഊദ്, നീ അങ്ങോട്ട് വരല്ല, അവിടെ കുറെ ജിന്നുകൾ താമസിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ജിന്നുകൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പോവുകയാണ്, ജിന്നുകൾക്ക് വഅദ് പറയാൻ വേണ്ടി ചെല്ലുകയാണ്. നീ അങ്ങോട്ട് വന്നാൽ അങ്ങ് പേടിച്ചു കളയുമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഓ നബിയേ, ഞാനെന്ത് വേണം നബിയേ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുന്ന് ഇബ്നു മസ്ഊദ് തങ്ങളോട് പറയുകയാണ്, മസ്ഊദ്, ഞാനിതാ ഈ പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, ഇവിടെ തന്നെ നീ നിന്നോ, നീ ഭയപ്പെടേണ്ടതില്ല. ഉടനെ തന്നെ നബി തങ്ങള് ഒരു മരകുറ്റി എടുക്കുന്നു.
എന്നിട്ട് ഇബ്നു മസ്ഊദ് തങ്ങളുടെ ചുറ്റങ്ങ് വരച്ചു കൊടുക്കുന്നു. ഇതിന്റെ ഈ കാണിച്ചു തന്ന റൗണ്ട് ഉണ്ടല്ലോ, വരയുണ്ടല്ലോ, അടയാളമുണ്ടല്ലോ, ഇതിന്റെ അകത്തു നീരുന്നോ പാടില്ല. ഞാൻ വരുന്നത് വരെ നീ ഇവിടെ നിന്നോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടെ നിന്ന് കയറിപ്പോവുകയാണ്. ജിന്നുകൾക്ക് ഇങ്ങനെ തുടങ്ങുകയാണ്. പക്ഷേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതാ നിന്ന സ്ഥലമുണ്ടല്ലോ, കാഫിറായ ജിന്നുകൾ വന്നിട്ട് മസ്ഊദ് തങ്ങളെ കാണുമ്പോ പറയുകയാണ്, അല്ലയോ ജിന്നുക്കളെ, ഇബ്നു മസ്ഊദിനെ എന്ന് പേടിപ്പിച്ച് കളഞ്ഞാളെന്താ? അപ്പോൾ ബാക്കിയുള്ള കാഫിറായ ജിന്നുകളൊക്കെ പറയുകയാണ്, ആ പേടിപ്പിച്ചാ നല്ലതാണല്ലോ, ഞങ്ങൾക്ക് പേടിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോ കുറെ ജിന്നുകൾ അവരുടെ നാവങ്ങ് നീട്ടിക്കളയുകയാണ്. ചില ജിന്നുകൾ അവരുടെ കൈവിരലുകൾക്കുള്ള നഖങ്ങളങ്ങ് നീട്ടിക്കളയുകയാണ്. ചില ജിന്നുകൾ അവരുടെ തീക്കണല് പോലെയുള്ള കണ്ണുകൾ പുറത്തേക്കെടുക്കുകയാണ്. അവരുടെ മുമ്പല്ലുകൾ പുറത്തേക്കെടുക്കുകയാണ്. എന്നൊക്കെ ചെയ്തിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ ജിന്നുകളങ്ങ് പേടിപ്പിക്കാൻ തുടങ്ങി. ജിന്നുകൾ പേടിപ്പിക്കാൻ തുടങ്ങുകയാണ്. ആരെയാ? ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. പക്ഷേ ഇബ്നു മസ്ഊദ് തങ്ങളെ പതറിയില്ല. ഇബ്നു മസ്ഊദ് തങ്ങൾക്ക് ചാഞ്ചല്യമില്ല. അപ്പൊ ജിന്നുകൾ മനസ്സിലാക്കി, കാഫിറായ ജിന്നുകൾ കുറച്ചുകൂടെ മുമ്പോട്ട് നീങ്ങിയാൽ ഒന്നുകൂടി പേടിപ്പിക്കാമല്ലോ എന്ന് പറഞ്ഞ് ഇബ്നു മസ്ഊദ് തങ്ങളുടെ അടുത്തേക്ക് നാവ് നീട്ടി, കൈനഖങ്ങൾ നീട്ടി, മുടിയങ്ങ് താഴോട്ടിട്ട് വലിച്ചിട്ട് ഒരു വികൃതമായ കോലത്തിലൂടെ ജിന്നുകൾ അടുക്കുകയാണ്. എന്നാൽ നബി തങ്ങൾ ഇട്ടുകൊടുത്ത വരയിലേക്ക്, ആ ഒരു സ്കെച്ചിലേക്ക് മുട്ടേണ്ട താമസം കരണ്ട് ഷോക്കടിക്കുന്നത് പോലെ ആ ജിന്നുകൾ കുറെ ദൂരമങ്ങ് തെറിച്ചു കളയുന്നു. ബാക്കിയുള്ള ജിന്നുകൾ ഇത് കണ്ടങ്ങ് പേടിച്ചു ഓടിക്കളയുകയാണ്. പക്ഷേ ദൂരെ പോയി കഥാ വീണുപോയ ജിന്ന് അവിടെ തന്നെ പിടഞ്ഞങ്ങ് ചത്തുപോവുകയാണ്. ഇത് ഞാൻ പറഞ്ഞു വന്നത് എന്തിനാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിന്നുകൾക്കും നേതാവായവരാണ്, മനുഷ്യർക്കും നേതാവായവരാണ്. അങ്ങനെയുള്ള സയ്യിദുനാ മുഹമ്മദിനുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ജിന്നുകൾക്ക് ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു. ആ നബി തങ്ങൾക്ക് ശേഷം ഒരു നബി വരാറില്ല. ഏറ്റെടുക്കുന്നത് ദീൻ ഇവിടെ പ്രചരണം നടത്താൻ ആരാ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്? ഉലമാ ഉമ്മത്തി കഅംബിയാഇ ബനീ ഇസ്രായീൽ അൽ ഉലമാ വറസത്തുൽ അംബിയാ. ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം ദീന് പ്രചരണം നടത്താൻ വേണ്ടി ജീവിച്ചിരിപ്പുള്ളവരാണ് മഹാന്മാരായ പണ്ഡിതന്മാര്. അവരുടെ പാത പിന്തുടരാതെ വിശുദ്ധമായ ഖുർആന് പറഞ്ഞില്ലേ, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യിന വസ്സദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു നിഅമത്ത് ചെയ്ത വഴിയിലൂടെ, അല്ലാഹു നിഅമത്ത് ചെയ്ത വിഭാഗങ്ങളിലൂടെ എന്നെ നീ ചേർക്കണം പടച്ചവനെ. ആരാ നീ നിഅമത്ത് ചെയ്ത വിഭാഗങ്ങള്? ഏതെങ്കിലും വലിയ പണക്കാരനല്ല, വലിയ സ്റ്റേറ്റ് ഉള്ളവനല്ല, വലിയ നേതാവല്ല, അമേരിക്കയുടെ പ്രസിഡന്റ് അല്ല. അത്തരത്തിലുള്ള വലിയ വലിയ ആളുകളെ കുറിച്ചിട്ടല്ല നിഅമത്തുള്ളവരെന്ന് പറഞ്ഞാൽ വലിയ പണക്കാരൊന്നുമല്ല. മറിച്ച് നിഅമത്തുള്ളവൻ ആരാണെന്നോ ഖുർആന് പറയുന്നത് കണ്ടോ? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യിന വസ്സദീഖീന വശുഹദാഇലേക്ക് പെട്ടെന്ന് കടന്നുവരെ ഖുർആനിലൂടെ ലോകത്തുള്ള മുഴുവൻ സംഭവങ്ങളോ
എന്താ പറഞ്ഞത്? അബൂജഹൽ അവിടെന്ന് പ്രഖ്യാപിക്കുകയാണ്, മുഹമ്മദിന് ജീവിക്കാൻ വിട്ടാൽ ഇപ്പോൾ 2 സിംഹമേമായിട്ടുള്ളൂ, ലോകത്ത് ഒട്ടാകെ സിംഹം കുട്ടികൾ ഉണ്ടാകുമല്ലോ, അതുകൊണ്ട് മുഹമ്മദിന് ജീവിക്കാൻ വിടാൻ പറ്റൂല, സമ്മതിക്കാൻ പറ്റൂല. നുളയിൽ തന്നെ നുള്ളിക്കളയാത്തത് വലിയ അബദ്ധമാണ് നമ്മൾ ചെയ്തു പോയത്. അതുകൊണ്ട് മുഹമ്മദിന് ജീവിക്കാൻ വിട്ടാൽ ഞങ്ങളൊക്കെ നശിച്ചു പോകും കേട്ടോ. അതേ മുഹമ്മദിന്റെ തലയെടുക്കുന്നവർക്ക് ഞാൻ 100 ഒട്ടകം ഇനാമ് പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോഴാണ് സദസ്സിൽ നിന്നൊരാൾ ചാടി എഴുന്നേറ്റുകൊണ്ട് പറയുകയാണ്, ഓ അബൂജഹല് അല്ല അബുൽ ഹക്കമേ. എല്ലാരും നോക്കി ആരാണ്? നോക്കുമ്പോ കിസ്റ കൈസർ നെട്ടിവിറക്കുന്നതാ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പേര് കേട്ടാൽ കിസ്റ കൈസർ നെട്ടിവിറച്ചു പോകുന്ന മുഷ്ടിവീരനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് പറയുകയാണ്, അബുൽ ഹക്കമേ നീ അങ്ങനെ പറഞ്ഞാ പോരാ, പറഞ്ഞ കാര്യങ്ങളൊന്നും നീ നടപ്പിലാക്കുന്ന ആളല്ല. 100 ഒട്ടകം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 100 ലോറികളാണ്. അത് നീ ഉറപ്പ് തരുന്നെങ്കിൽ മുഹമ്മദിന്റെ തല ഞാൻ കൊണ്ടുവരാം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തലയെടുക്കാൻ വേണ്ടിട്ട് അബൂജഹൽ പറയാ, ഉമറേ ഈ അബൂജഹൽ പറഞ്ഞാ പോരെ, അത് വാക്ക് തന്നെ. തലയെടുത്തു കൊണ്ടുവന്നാൽ 100 ഒട്ടകം സമ്മാനമായി തന്നിരിക്കുന്നു. ഇതങ്ങ് കേട്ടപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് ഊരിയ വാളെടുക്കുന്നു. തീക്കണല് പോലെയുള്ള കണ്ണുകള്, വിരിഞ്ഞതായ മാർഭിടങ്ങള്, വല്ലാത്ത ഞൊടിയുടെ കൂടെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അതാ നബി തങ്ങളുടെ തലയെടുക്കാൻ, കഥ കഴിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നു. വഴിയിൽ വെച്ചിട്ടാണ് നുഐമി എന്ന് പറയുന്ന ഒരാൾ കാണുന്നു. നുഐമി ചോദിക്കുകയാണ്, പോകുന്ന ഗലത്തിൽ കാണുന്നു ഐമാനേ പൊന്നാരെ ഉമരോരേ പോകുന്ന തെങ്ങാടേ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഊരിയ കടാരയുമായി, വാളുമായി, ഇരുത്തല മൂർച്ചയുള്ള വാരുമായി കുതിരപ്പുറത്ത് ഇങ്ങനെ ചാടി ഇങ്ങനെ നീങ്ങുന്ന സമയത്തിലാണ് വഴിയിൽ വെച്ച് നുഐമി എന്ന് പറയുന്ന ഒരാൾ കാണുന്നത്. ഉമറേ എവിടത്തേക്കാണ് ഈ പോകുന്നത്? ഒരു വിരിഞ്ഞ മാർബിടമായിട്ട്, തീകണല് ായിട്ട്, ഊറിയ വാളുകളായിട്ട്, എന്തോ ആളെ വധിക്കാൻ വേണ്ടി പോകുന്നത് പോലെ. എവിടത്തേക്കാണോ ഉമറേ? കുതിരയുടെ തലങ്ങോട്ട് താഴ്ത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചപ്പോ ആ നുഐമിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നു, ഓ നുഐമേ കേട്ടിട്ടില്ലേ, മക്കയിലൊരു മുഹമ്മദ്, അവന് തലയെടുക്കാനാണ് ഞാൻ പോകുന്നത്. നുഐമേ വഴിമാറിക്കോടാ. ഇതങ്ങ് പറയുമ്പോൾ നുഐം ഒരു ചിരിയും ചിരിച്ച്, എവിടത്തേക്കാ പോകുന്നത്? മുഹമ്മദിന്റെ തലയെടുക്കാനാ. എന്നാലും മുഹമ്മദിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ആരുണ്ടെന്ന് അറിയോ? ഒന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അളാപ്പയായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു. ഹംസത്തുൽ കറാർ ഹംസത്തുൽ കറാർ റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദിനുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലെഫ്റ്റ് സൈഡിലുണ്ട്. അതേ സമയത്ത് ഇടത് ഭാഗത്ത് വീരപുലിയായ അലി ഇബ്നു അബീ താലിബ് തങ്ങളുണ്ട്. ഇവരെ രണ്ടുപേരും നിന്നെ വെറുതെ വിടുമോ മറേ പോയാൽ? രണ്ടുപേരും നീ അങ്ങോട്ട് ചാടുന്നത് പോലെ അവരിങ്ങോട്ട് ചാടിയാല് നിന്റെ കത്തി അവരിലേക്ക് പോകുന്നതിന് മുമ്പ് അവരെ കത്തി നിന്റെ കഴുത്തിലേക്ക് വന്നാലോ പിന്നെ കൊണ്ടുവരാൻ ആളുണ്ടാകില്ല ഉമറേ.
എന്ന് പറയുമ്പോൾ ഉമർ പറഞ്ഞു, എനിക്കെന്ത് അലി, എനിക്കെന്ത് ഹംസ, മാറി നിക്കടാന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതിന്റെ മുമ്പുള്ള കഥയാണ് ഞാൻ ഈ പറയുന്നത്. നുഐമിന്റെ അടുത്തിൽ നിന്ന് മാറിപ്പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോ നുഐം ഒരു കാര്യം പറയാൻ നിർബന്ധിതനാകുന്നു. ഓ നുഐമോ ഉമറേ, നീ പോകുന്നത് മുഹമ്മദിന്റെ തലയെടുക്കാനല്ലേ? എന്നാൽ നിനക്കൊരു കാര്യം പറയട്ടെ, നിന്റെ സ്വന്തം സഹോദരി ഉണ്ടല്ലോ, സഹോദരിയുടെ ഭർത്താവുണ്ടല്ലോ, അവരെ നീ ആദ്യം നന്നായിക്കോ, അവരെ നന്നാക്കിയിട്ട് വേണ്ടടോ മുഹമ്മദിന്റെ തലയെടുക്കാൻ. ഇതൊരു പുതിയ വിവരമായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക്. ഉടനെ തന്നെ ചോദിക്കുന്ന, എന്താ നുഐം നീ പറയുന്നത്? എന്റെ അളിയനും എന്റെ സഹോദരിയോ മുഹമ്മദിന്റെ മതത്തിൽ ചേർന്നിരിക്കുന്നു എന്നുള്ള വിവരമാണോ നീ പറയുന്നതെന്ന് കേൾക്കുമ്പോ ഉടനെ തന്നെ നുഐം പറയുന്നു, അതെ ഉമറേ, നിന്റെ അളിയനോ അതുപോലെ സഹോദരിയോ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നു. ഉടനെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ദേഷ്യം അതാ സഹിക്കാൻ പറ്റിയില്ല. ഉടനെ തന്നെ തന്റെ കുതിരയെ തിരിക്കുന്നു, തന്റെ അതാ അളിയന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. ചെന്നപ്പോഴാണ് കേൾക്കുന്ന ശബ്ദം ഏതാണെന്നറിയോ? അലിഫ് ലാം മീം. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് കേൾക്കുന്ന ശബ്ദം ഏതാണ്? ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ. പരിശുദ്ധമായ ഖുർആനിന്റെ ഈരടികൾ കേൾക്കുകയാണ്. ആരാ ഓതുന്നത് മക്കളെ? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ സഹോദരിയാണ്. ഇത് കേൾക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് അവിടുന്ന് വാതിലിലേക്ക് ഒരു ചവിട്ട് കൊടുക്കുന്നു. തുറക്കടി ഫാത്തിമ. വാതിൽ തുറന്നു കൊടുക്കുന്നു. തന്റെ പെങ്ങൾക്കും തന്റെ അളിയൻ അടിക്കുന്നു. അടിച്ചടിച്ച് അവശനാക്കുന്നു. രണ്ടു പേരെയും മലർത്തി കിടത്തുന്നു. എന്നിട്ട് രണ്ടാളുകളുടെ നെഞ്ചിൽ കയറിയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മാറി മാറി ഇടിക്കുന്നു. നിങ്ങളെ രണ്ടുപേരും കഷ്ണം കഷ്ണം ഈ കാണുന്ന ഗേറ്റിൽ തൂക്കിയിട്ടല്ലാതെ പോകില്ല എന്ന് പറഞ്ഞപ്പോഴേക്കാണ് അതാ സഹോദരി വിളിച്ചു പറയുന്നു, എന്തിക്കാ ദുഷ്ടത ചെയ്തിടല്ലേ, ഈ പാവം മരണാവശനല്ലേ, ഈ കാനും ബീബിയെ കൊന്നിടുക, ഈമാൻ തളരുകിൽ ഓർത്തിടുക. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ആ പെങ്ങള് വിളിച്ചു പറയുകയാണ്, ഇക്കാ ഞങ്ങളെ കഷ്ണം 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 കഷ്ണങ്ങളാക്കിയിട്ട് പാട്ടുകളാക്കിയിട്ട് ഈ ഗേറ്റിലേക്ക് തൂക്കുന്നത് പോകട്ടെ. ഗേറ്റിന്റെ മുൻവശത്തിലൂടെ വലിച്ചെറിഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കൊണ്ടുവന്ന മതത്തിൽ നിന്ന് ഒരു അണുമണി പതരാൻ അല്ലെങ്കിൽ പതറിപ്പിക്കാൻ ഉമറേ നിന്നെ കൊണ്ട് സാധ്യമല്ല, ഞങ്ങളെ കൊന്നുകളഞ്ഞോ. ഇത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് ഒരു പുതിയ വിവരം. കാരണം ഇതുവരെയും ഇത്ര ശക്തമായ എന്റെ പെങ്ങൾ സംസാരിച്ചിട്ടില്ല. ഉടനെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ നേരത്തെ ഖുർആനിന്റെ ഈരടികൾ ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ
ഖുർആനിന്റെ വാക്കുകൾ അതാ ചെവിടിലേക്ക് കയറുകയാണ്. ഉടനെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ചാടി എഴുന്നേൽക്കുന്നു. രണ്ടുപേരെ ഉയർത്തുന്നു, അവരുടെ കാലിക്കൽ വീഴുന്നു. ഫാത്തിമ, അബദ്ധം വന്നുപോയി. നേരത്തെ നീ ഓതിയിരുന്ന ഖുർആനുണ്ടല്ലോ, അതിന്റെ കോപ്പി ഉണ്ടല്ലോ, എനിക്കൊന്ന് തരാൻ പറ്റുമോ? ഖുർആന് വല്ലാത്ത ഗ്രന്ഥമാണ്, അത് അല്ലാഹുവിന്റെ കലാമാണ് ഫാത്തിമ. നബി തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ് ഫാത്തിമ. ഇതങ്ങ് കേൾക്കുമ്പോ ഫാത്തിമ അമ്പരന്ന് പോവുകയാണ്. ഞാൻ എന്താണ് സ്വപ്നം കാണുന്നതോ? ഇല്ല ഫാത്തിമ, ഖുർആൻ ഒന്ന് തരുമോ? ആ സമയത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നത് കണ്ടോ? ഏത് ഫാത്തിമ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ സഹോദരിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നത് കണ്ടോ? ഓ ഫാത്തിമ, ഓ ഉമർ, ഇതാ അങ്ങനെ തരാൻ പറ്റില്ല. ലാ യമുസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ. അതേ ഖുർആൻ ശുദ്ധിയുള്ളവരല്ലാതെ വായിക്കാൻ പറ്റതേ തൊടാൻ പറ്റില്ല. വുളു ഇല്ലാതെ തൊടാൻ പറ്റില്ല, ശുദ്ധിയില്ലാതെ വായിക്കാൻ പറ്റില്ല. ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മനസ്സങ്ങ് മാറിക്കളയുകയാണ്. ഉടനെ തന്നെ ഫാത്തിമ അൻഹയോട് പറയുകയാണ്, ഫാത്തിമ, നമ്മുടെ നേതാവ് നിൽക്കുന്നത് എവിടെയാണ്? വാളൂരി പുറപ്പെട്ട ഉമറുണ്ടല്ലോ, നബിതങ്ങളുടെ കഥ കഴിക്കുമെന്ന് പുറത്തിറങ്ങിയ ഉമറുണ്ടല്ലോ, ഇപ്പോൾ പറയുന്നത് കണ്ടോ? ഫാത്തിമ, എവിടെയാണ് നബിതങ്ങള്? നബിതങ്ങള് ഞാനൊന്ന് കാണട്ടെ, അവിടെ നിന്നും ഇസ്ലാം മതം സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അർക്കമിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ടോ നബി തങ്ങളെ കൈപിടിച്ചു ഇസ്ലാം മതം സ്വീകരിക്കുന്നു. കണ്ടോ, ഖുർആനിന്റെ വാക്യം അങ്ങ് കേട്ടപ്പോ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ അതാ മനസ്സ് മാറുന്നു. ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്, പരിശുദ്ധമായ ഖുർആനുണ്ടല്ലോ, അതിനോട് തുല്യമായൊരു ഗ്രന്ഥം ലോകത്തൊരു ശക്തിക്കും കൊണ്ടുവരാൻ കഴിയില്ല. അതേ ഖുർആനിനെ ഇന്ന് ആക്ഷേപിക്കുന്നവരോട് പറയട്ടെ, ചീത്ത പറയുന്നവരോട് പറയട്ടെ, നിങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇന്നീ ഖൗമുൻ ലാ യഅലമൂൻ. ത്വായിഫിന്റെ മനലാരണ്യത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ ചെന്നപ്പോ അവിടെ അങ്ങാടി പിള്ളേരെ കൊണ്ടുവന്നിട്ട് നബി തങ്ങളെ കല്ലെറിഞ്ഞില്ലേ? ഭ്രാന്തനെന്ന് വിളിച്ചില്ലേ? നബി തങ്ങളെ ചീത്ത പറഞ്ഞില്ലേ? കാങ്കരിച്ചു തൊപ്പില്ലേ? അതാ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിലൂടെ രക്തം ഇങ്ങനെ താഴോട്ടൊഴുകിയപ്പോ അവിടുന്ന് ചെറിയ തൂർത്തുകൊണ്ട് ഒപ്പിയെടുക്കുന്നു. എന്തിനാണെന്നറിയോ? എന്റെ രക്തമെങ്കാലും താഴ്ഭാഗത്തേക്ക് വീണാൽ എന്റെ ഉമ്മയുടെ നാട് നശിച്ചു പോകുമല്ലോ, ത്വായിഫ് നഷ്ടപ്പെട്ടു പോകുമല്ലോ, നശിച്ചു പോകുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇന്നീ ഖൗമുൻ ലാ യഅലമൂൻ. എന്റെ ഗോമിങ്ങൾ വിവരമില്ലാത്ത ആളാ, അറിയില്ല, വിവരമില്ലാത്ത ആളാ, അറിയില്ലാത്ത ആളാ. ആ സമയത്തിലാണ് നസൽ അമീൻ ഇബ്രാഹിം അലൈഹിസ്സലാം
ആ പരിശുദ്ധമായ ഖുർആൻ അതിനെ കൂടുതൽ ലോകം വായിച്ചുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുന്ന് അതാ ഒരു മരത്തിന്റെ ചുവട്ടിൽ താമസിക്കുമ്പോ നസറൽ അമീൻ മലക്ക് ജബ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ത്വായിഫിനെ ഒന്നടങ്കം നശിപ്പിക്കട്ടെ നബിയേ. തങ്ങളെ കല്ലെറിഞ്ഞവരാണല്ലോ, ഉപദ്രവിച്ചവരാണല്ലോ, ഭ്രാന്തനെന്ന് വിളിച്ചവരാണല്ലോ. അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാ പറയുന്നു, മറുപടി പറയുന്നത് കണ്ടോ, ജിബ്രീലെ നശിപ്പിക്കല്ലേ. ഈ നാട്ടിലുള്ള ഏതെങ്കിലും ഒരാള് അതാ പരിശുദ്ധമായി ഇസ്ലാം അംഗീകരിച്ചാൽ എനിക്ക് ഈ ലോകം ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ ഉപകാരം അതാണല്ലോ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയോ? നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാദം ഞങ്ങൾ പിൻപറ്റുന്നവരാണ്. പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, അതേ ലോകമൊട്ടാകെ വലിയ ചർച്ചയ്ക്ക് വിധേയമാകുമ്പോ പരിശുദ്ധമായ ഖുർആനിനെ സംബന്ധിച്ച് പറഞ്ഞതെന്താണ്? ഹുദൽ ലിന്നാസ് ബയ്യിനാത്തിൻ മിനൽ ഹുദാ. അത് സന്മാർഗമാണ് കേട്ടോ. അത് സംശയമില്ലാത്ത അല്ലാഹുവിന്റെ ഖുർആൻ ഉണ്ടല്ലോ, ഹുദൽ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് അത് സന്മാർഗമാണ്. ആ പരിശുദ്ധമായ ഖുർആനിനെ നമ്മൾ പാരായണം ചെയ്തോ, ഖൽബിന് സമാധാനമുണ്ടാകുമല്ലോ. നാളെ പടച്ചവന്റെ കോടതിയില് സിറാത്ത് എന്ന പാലത്തിൽ വിട്ടുകിടക്കുന്ന ആളുകളിൽ ഖുർആൻ ഓതുന്നവര് കൂടുതലാണ്. ഉറക്കെ സ്വലാത്ത് ചൊല്ലണം. ആ പരിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് ധാരാളം വിവരങ്ങൾ പറയാനുണ്ട്. സൂറത്തുൽ കഹ്ഫ് എന്ന് പറയുന്ന ഖുർആനില് വെള്ളിയാഴ്ച എല്ലാവരും ല്ലോ ഇവിടെയും ഓതുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെയും ഓതുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, അത് വലിയ ബലാഗത്തുള്ള ഗ്രന്ഥമാണ്, സാഹിത്യമുള്ള ഗ്രന്ഥമാണ്. അതിന് ഒരുപാട് ണ്ട് കേട്ടോ. ആ വെള്ളിയാഴ്ച ഓതുന്ന ഖുർആൻ ഉണ്ടല്ലോ, സൂറത്തുൽ കഹ്ഫാണല്ലോ. ആ സൂറത്തുൽ കഹ്ഫ് ഒരാളങ്ങ് ഓതിക്കളഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അടുത്ത ആഴ്ച വരെ ദജ്ജാലിന്റെ ഫിത്ന അവനിക്കുണ്ടാകില്ല. ദജ്ജാലിന്റെ ബുദ്ധിമുട്ടുണ്ടാവും. പരിശുദ്ധമായ ഖുർആൻ നമ്മൾ ധാരാളം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല. ആ പരിശുദ്ധമായ ഖുർആൻ നമ്മിൽ നിന്ന് മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. സുബഹിക്കഥാ പ്രത്യേകമായി ഖുർആൻ ഓതൽ സുന്നത്താക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിരിക്കുകയാണ്. മഗ്രിബിന്റെയും ഇശാഇന്റെയും സമയങ്ങളുണ്ടല്ലോ, ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരതിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണല്ലോ. നമ്മുടെ യുവതികളെ അതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നു. സീരിയൽ കാണുന്നു, വെബ്സീന് കാണുന്നു, ഇന്റർനെറ്റിലൂടെ കയറി പരിശുദ്ധമായ ഖുർആൻ അത് തീരെ എങ്ങ് മറന്നു കളയുന്നു. നാളെ പടച്ചവന്റെ കോടതിയില് ശഫാഅത്തായി പരിശുദ്ധമായ ഖുർആൻ വരുമ്പോൾ മഹാന്മാരുടെ ചരിത്രമൊന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഖുർആനിന്റെ ഒരു ദിവസത്തില്
ഓരോ ഖത്തം തീർത്തിരുന്നു എന്ന് ചില പണ്ഡിതന്മാര് പറഞ്ഞതായി കാണാം. അതുപോലെ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ അവിടുന്ന് സ്വന്തം കൈകൊണ്ട് ഖബർ കുഴിക്കുന്നു. ആ ഖബറിലതാ 99 ഖതം അവിടുന്ന് ഓതി തീർക്കുന്നു. ഖുർആനിനോട് വലിയ ബന്ധമായിരുന്നു. പക്ഷേ അതെല്ലാം ഈ സമുദായത്തിന് നഷ്ടപ്പെട്ടു വന്നില്ലേ? നേരത്തെ ഇവിടെ സ്വാഗതത്തിൽ പറഞ്ഞില്ലേ, നമ്മുടെ യുവ തലമുറയുണ്ടല്ലോ, നല്ല പിച്ച് വളരേണ്ട യുവ തലമുറയുണ്ടല്ലോ, പരിശുദ്ധമായ ഇസ്ലാമിന്റെ ധാർമ്മികമായ മൂല്യങ്ങള് അവരുകളെ കഥാ കൽബിലേക്ക് കയറ്റി വിടേണ്ട സമയമുണ്ടല്ലോ. ആ സമയത്ത് നമ്മുടെ യുവാക്കളോ, നമ്മുടെ പ്രിയപ്പെട്ട മക്കള് അതിൽ നിന്ന് മാറി നിന്നിട്ട് 24 മണിക്കൂർ സമയവും നെട്ടിലൂടെ കയറി ചെന്നിട്ട് അശ്ലീലം വീക്ഷിക്കാൻ തുടങ്ങുന്നു, തമാടിത്തരം വീക്ഷിക്കാൻ തുടങ്ങുന്നു, അനാവശ്യമായ മെസ്സേജ് വിടുന്നു. പക്ഷേ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. സൂറത്തുൽ വാഖിയ ഉണ്ടല്ലോ, ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ നമ്മൾ ഓതുന്നവരാകണം, ഒരു മാസത്തിലെങ്കിലും അത് ഖതം തീർക്കുന്നവരാകണം. ഇങ്ങനെ ഉണ്ടായാൽ മാത്രമേ നമ്മൾ ഖുർആൻ കൊണ്ട് ബന്ധമുള്ളവരാവുകയുള്ളൂ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധമായ ഇസ്ലാം, പരിശുദ്ധമായ ഖുർആൻ ലോകമൊട്ടാകെ ഒരുപാട് ചർച്ചകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുമ്പോൾ എന്താണ് പരിശുദ്ധമായ ഖുർആനിന്റെ ശൈലിയോ, പരിശുദ്ധമായ ഖുർആനിന്റെ ആ വലിയ മോജിസത്ത് എന്താണ്, ആ പരിശുദ്ധമായ ഖുർആനിന്റെ വലിയ അത്ഭുതങ്ങൾ എന്താണ്? പല ആളുകളെയും പല ബുദ്ധിജീവികളെയും അവിടെ നിന്നതാ അടിച്ചമർത്തിക്കൊണ്ടാണ് പരിശുദ്ധമായ ഖുർആന് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വിഷയം നിങ്ങൾ പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ, അത് പരിശുദ്ധമായ ഖുർആനാണ്. അവിടുന്ന് ചോദിച്ചില്ലേ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചില്ലേ, ഖുർആനിന് അതാ നബി തങ്ങളുടെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചപ്പോ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നു, അത് ഖുർആനാണ്. നബി തങ്ങളുടെ സ്വഭാവം ഖുർആനാണ്, നബി തങ്ങളുടെ സ്വഭാവം ഖുർആനാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, രക്ഷിതാക്കളെ, ആധുനിക യുഗത്തിൽ 21ാം നൂറ്റാണ്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അബദ്ധമായ സഞ്ചാരത്തിലേക്ക് കയറി ചെന്നിട്ട് അശ്ലീലങ്ങൾ വീക്ഷിക്കുന്നു, കള്ളു കുടിക്കുന്നു, വിചരിക്കുന്നു, ബ്രൗൺ ഷുഗർ വലിക്കുന്നു, അതുപോലെ ആൻസ് വലിക്കുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള അതാ വേണ്ടാത്തരങ്ങളും അരുതായ്മകള് നമ്മുടെ ഇടയിൽ വന്നാൽ ഖുർആനിന്റെ ശാപം ഞങ്ങൾക്കുണ്ടാകും. പ്രിയപ്പെട്ട മക്കള്, പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മളതാ ടാബിലൂടെയും കയറി ചെന്നിട്ട്, ഇന്റർനെറ്റിലൂടെ കയറി ചെന്നിട്ട് ഭക്ഷണം വരെ കഴിക്കാതെ, നിസ്കാരം വരെ ഖളാക്കിയിട്ട്, പ്രാഥമികമായ എല്ലാ പ്രവർത്തനങ്ങളും മാറ്റിവെച്ചിട്ട് നമ്മൾ അന്താരാഷ്ട്രം വീക്ഷിക്കുന്നില്ലേ?
ബഹിരാകാശം വീക്ഷിക്കുന്നില്ലേ? അല്ലാഹുവിന്റെ പള്ളിയിൽ വാങ്ക് വിളിക്കുന്ന സമയത്ത് ചെറുപ്പക്കാരാ അതെല്ലാം മാറ്റിവെച്ച് അതെല്ലാം നിർത്തിവെച്ച് അല്ലാഹുവിന്റെ പള്ളിയിൽ വിളിക്കുന്നതാരാ? അത് അല്ലാഹു വിളിക്കുന്നതാ. ഹയ്യ അലസ്സലാ ഹയ്യ അലസ്സലാ. നിങ്ങളതാ നിസ്കാരത്തിലേക്ക് വരൂ. ഹയ്യ അലൽ ഫലാ. നിങ്ങളതാ സ്വർഗത്തിലേക്ക് വരൂ എന്ന് വിളിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, വെള്ളിയാഴ്ച ഒരു ദിവസം പോലും നമ്മുടെ പഴയ ആളുകള് പള്ളിയിൽ വന്ന് അൽകഹഫ് ഓതിരുന്നൊരു സമയമുണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം മാറ്റിക്കളഞ്ഞു. പള്ളിയുടെ അകത്തിലിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ വീക്ഷിക്കുന്നു, സംസാരിക്കുന്നു. വളരെ ഗൗരവത്തോട് ആദരവോട് ബഹുമാനത്തോട് നമ്മുടെ മുൻഗാമികൾ പള്ളിയിൽ വന്നിരുന്നിട്ട് വെള്ളിയാഴ്ച അൽകഹഫ് സൂറത്ത് ഓതുമ്പോ നമ്മുടെ ചെറുപ്പക്കാരുണ്ടല്ലോ അറുതായ്മകളിലേക്ക് നീങ്ങിപ്പോകുന്നു, തമ്മാടിത്തരത്തിലേക്ക് നീങ്ങിപ്പോകുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരുപാട് തെറ്റുകളാണ് നമ്മുടെ സഹോദരിമാര് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉമ്മമാര് ഒരുപാട് അബദ്ധ സഞ്ചാരത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കോളേജ് ക്യാമ്പസിലൂടെ അന്യ ആണും അന്യ പെണ്ണുമെന്നുള്ള വ്യത്യാസമില്ലാതെ പരസ്പരം കൈപിടിച്ചുകൊണ്ട് കുലുക്കി നടക്കുന്ന ഒരു അവസ്ഥാവിശേഷം, ഒരു ദുർഘടമായ ദുർബലമായ ഒരു അവസ്ഥ ഈ സമുദായത്തിന് വന്നെത്തില്ലേ? ആണും പെണ്ണും തമ്മിലുള്ള വേലിയങ്ങ് മാറ്റിയിട്ട് ദുന്യവിയായ അതാ എല്ലാ ചേഷ്ടകൾക്കും അവിടുന്ന് അതാ അടിമപ്പെട്ടുകൊണ്ട് ജീവിച്ചു കളയുന്ന യുവതികളെ അല്ലാഹു ഹറാമാക്കിയതാണല്ലോ, അല്ലാഹു വെറുത്തതാണല്ലോ. നിങ്ങൾക്ക് ഖൽബിൽ സമാധാനമുണ്ടാകാൻ, ശാന്തിയുണ്ടാകാൻ നിങ്ങളതാ ഖുർആൻ ഓദിക്കൂ, നബിതങ്ങളെ പിൻപറ്റിക്കോ. നബിതങ്ങളുടെ ചര്യയുണ്ടല്ലോ, മന്തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅതി ഷഹീദ്. ഖാല റസൂൽ, അവസാന കാലഘട്ടം ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ ദീന് ഫിത്നയാകുമ്പോ, സുന്നത്ത് ജമാഅത്ത് നശിക്കുമ്പോ, അതാ ചൊല്ലിച്ചിതരുമ്പോ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നവരാരാ? അവർക്ക് 100 ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് ഖാല റസൂലുള്ളാഹ്. യകൂനു ഫി ആഖിരി സമാൻ ഖൗമൻ യസിറൂന മിനൽ ഉലമാഇ വൽ ഫുഖഹാ. അവസാന കാലഘട്ടത്തിൽ ഒരു കൂട്ടം ജനങ്ങളുണ്ടല്ലോ, അവർ ആലിമീങ്ങൾ ചീത്ത പറയുന്ന കാലം, അതേ ഫുഖഹാക്കന്മാരെ നിസാരപ്പെടുത്തുന്ന കാലം, സാദാത്യങ്ങൾ നീചമായി തോന്നിവാസം സംസാരിക്കുന്ന കാലം നിങ്ങൾക്ക് വന്നാൽ ഫയബ്തലിയഹുമുല്ലാഹു ബിസലാസതി ബലിയാത്. അല്ലാഹു നിങ്ങളെ ശക്തമായ വളരെ കാഠിന്യമായ 3 ബലാലുകൾ നിങ്ങൾക്ക് അല്ലാഹു ഇറക്കി തരുന്നു. ഞാനല്ല പറയുന്നത്, ഇവിടത്തെ ഉസ്താദന്മാരല്ല പറയുന്നത്, സയ്യിദ് അവറുകളല്ല പറയുന്നത്, ലോകത്തിന്റെ നേതാവ് മുഹമ്മദിനിൽ മുസ്തഫ ജീവിതത്തിൽ ഒരിക്കലും നുണ പറയാ, കള്ളം പറയാത്ത, അതേ സത്യം മാത്രമേ പറയുന്നത്, പ്രസംഗിക്കുന്ന, പ്രതിപാദിക്കുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദിനുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, 3 ബലാലുകൾ അല്ലാഹു നിങ്ങൾക്ക് ഇറക്കി തരികയാണ്. അതിൽ ഒന്നാമത്തെ ബലാൽ എന്താണെന്നറിയോ? അൽ-അവ്വൽ യുസല്ലിതുല്ലാഹു അലൈഹിം സുൽത്താനൽ ളാലിമാ. നിങ്ങളുടെ മേൽ അല്ലാഹു അക്രമികൾ അധികാരപ്പെടുത്തും.
നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ നിങ്ങളെ കൊല്ലാനും ഇടിക്കാനും കുത്താനും നിങ്ങളെ നശിപ്പിക്കാനോ കണ്ടില്ലേ? 500-ന്റെയും 1000-ന്റെയും നോട്ട് ബാൻ ചെയ്തിട്ട് ഈ പാവപ്പെട്ട സമുദായങ്ങള് പട്ടിണി കിടക്കേണ്ടി വന്നില്ലേ? അരപ്പട്ടിണിയായോ മെടിപ്പട്ടിണിയായോ ബാങ്കിന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ട ഗതികേട് വന്നില്ലേ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് കണ്ടോ? അന്താരാഷ്ട്രം വരെ അടുക്കള തൊട്ട് മുതല് പഞ്ചായത്ത് തൊട്ട് മുതൽ പാർലമെന്റ് വരെ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് അധികാരികള്, അതേ നിങ്ങൾക്കില്ല, അതേ അക്രമികളായ അധികാരികള് നിങ്ങൾക്ക് അല്ലാഹു നൽകുന്നു. എപ്പോൾ ഇവിടത്തെ ആലിമീങ്ങളെയോ സാദാത്യങ്ങളെയോ അതുപോലെ പണ്ഡിതന്മാരെ നിസാരപ്പെടുത്തുന്ന കാലഘട്ടം നിങ്ങൾക്ക് വന്നാൽ പിന്നെയും നിങ്ങൾക്ക് കേൾക്കണോ? അല്ലാഹു നിങ്ങളുടെ ജോലിയിൽ ബറക്കത്ത് ഉയർത്തി കളയുന്നു. നിങ്ങളുടെ ജോലിയിൽ ബറക്കത്തില്ല. ഉസ്താദ് എത്ര പണം കിട്ടിയാലും മതിയാകുന്നില്ല, എത്ര ജോലി എടുത്താലും മതിയാകുന്നില്ല, പൈസ മതിയാകുന്നില്ല, കൃഷിയിൽ ബറക്കത്തില്ല, അങ്ങാടികൾ ബിസിനസ്സുകൾ ബറക്കത്തില്ല. ഇങ്ങനെ ബറക്കത്തുകൾ അല്ലാഹു ഉയർത്തിക്കളയുന്നു. നിങ്ങളുടെ ടൈമിൽ ബറക്കത്തില്ല, സത്തില്ല. രാവിലെ ആയിട്ട് ഉച്ച പോകുന്ന നിങ്ങൾ ഉച്ചയായിട്ട് രാത്രിയാകുന്നത് അറിയുന്നില്ല. മാസങ്ങൾ, കൊല്ലങ്ങളാഴ്ച, ഗടികൾ കണക്കിൽ ആയോസം തീർച്ച. പക്ഷേ മണിക്കൂറും കഴിയുമ്പോഴേക്ക് നിന്റെ ആയുസങ്ങ് തീർന്നു കളയുകയാണ്. ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ കഴിയുമ്പോഴേക്ക് നിന്റെ ആയുസങ്ങ് നീ അതാ നശിച്ചു പോകുന്നത് നീ മനസ്സിലാക്കുന്നില്ല. وَتِبْ نَفْسًا إِذَا حَكَمَ الْقَضَاءُ. നാളെ നിസ്കരിക്കാം, നാളെ നോമ്പെടുക്കാം, നാളെ എന്റെ നെറ്റൊന്ന് ഓഫ് ചെയ്തിട്ട് പള്ളിയിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് എത്ര നാളുകളാ കഴിഞ്ഞു പോയത്. പക്ഷേ നിന്റെ പ്രവർത്തനത്തിന് ബറക്കത്തില്ല. അതിനേക്കാൾ മൂന്നാമത്തെ ഷോക്ക് കേൾക്കണോ? വയഖ്റുജൂന മിനദ് ദുനിയാ ബിഗൈരി ഈമാൻ. ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നതോ കാഫിറായി ചത്തുപോകുമെന്ന് ഖാല റസൂലുള്ളാഹ്. ഞാൻ പറയുന്നതല്ല. പണ്ഡിതന്മാരെ നിഷേധിച്ചാൽ, അലിമീങ്ങൾ നിഷേധിച്ചാൽ, സാദാത്യങ്ങളുടെ പിന്നിൽ അണിനിറന്നില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ വയഖ്റുജൂന മിനദ് ദുനിയാ ബിഗൈരി ഈമാൻ. ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നതോ ഈമാനില്ലാതെ ചത്തുപോകുന്നതാ. ഞാൻ പറഞ്ഞതല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ സൂക്ഷിക്കണേ. ഞാൻ നീട്ടി പറയുന്നില്ല. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമ്മുടെ സദസ്സിലെത്തി കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇനി നീട്ടി പറയൽ അദബുകേടാണല്ലോ. ടോട്ടൽ പറയട്ടെ. ഹബീബായ നബി തങ്ങളെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുക, അവിടത്തെ സ്വലാത്ത് അധികരിപ്പിക്കുക കേട്ടോ. സ്വലാത്തിൽ രക്ഷയുണ്ട് പെങ്ങളെ. സ്വലാത്തങ്ങ് ചൊല്ലിയാല് അത് വലിയ ഉപകാരമാണ്. നബി തങ്ങളെ കാണാതെ മരിച്ചാൽ സ്വർഗമില്ല. തസവുഫിന്റെ പണ്ഡിതന്മാര് പറയുന്നത് കണ്ടോ? നബി തങ്ങളെ കാണാതെ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞാൽ, പ്രിയപ്പെട്ട മോമിനീങ്ങളെ, നേരത്തെ ഉസ്താദ് സ്വാലിഹ് ഉസ്താദ് പറഞ്ഞില്ലേ, നബി തങ്ങളെ നിസാരപ്പെടുത്തുന്ന കാലഘട്ടം നിങ്ങൾക്ക് വന്നാൽ സുബ്ഹാനല്ലാഹ്, നബി തങ്ങളെ തള്ളി പറഞ്ഞില്ലേ, സാധാരണ മനുഷ്യനെന്ന് പറഞ്ഞില്ലേ, വിവരമില്ലെന്ന് പറഞ്ഞില്ലേ, നബി തങ്ങളോട് ചോദിക്കാൻ പാടില്ലെന്ന് പറഞ്ഞില്ലേ, നബി തങ്ങളെ വിളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞില്ലേ. ഇത് ഏത് ഇസ്ലാമാണ്?
സഹാബത്ത് വന്ന് നബി തങ്ങളോട് ചോദിക്കുകയാണ് അതൈനാക വല്ലദ്റാഉ യുദ്മീലു ബാനുഹാ വഖദ് ശുഗിലത് ഉമ്മു സബിയ അൻ തുഫിലി വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ وأين فرار الناس إلا إلى الرسل മഴയില്ലാതെ കുഞ്ഞുങ്ങൾ മരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ പാവപ്പെട്ട ജനങ്ങളതാ ഓടി വരും. ഒട്ടകങ്ങൾ ചത്തുടങ്ങുമ്പോ നബിയേ ഞങ്ങൾക്ക് മഴ വേണം നബിയേ, ഞങ്ങൾ തങ്ങളടുത്തേക്ക് വരാതെ പിന്നെ എങ്ങോട്ടാ പോകുന്നത് നബിയേ? സൃഷ്ടികൾ മുഴുവനും നബിയേ തങ്ങളടുത്തേക്ക് വരുന്നു എന്ന് നബി തങ്ങളുടെ കാലത്ത് വരെ നബി തങ്ങളോട് ചോദിച്ചില്ലേ? പക്ഷേ ചോദിക്കാൻ പാടില്ല, മൗലീദ് പാടില്ല, മദ്ഹ് പാടില്ലെന്ന് പറയുന്ന ആളുകളുടെ ഇടയിൽ ജീവിക്കുമ്പോ സൂക്ഷിച്ചോ. സുന്നത്തു ജമാഅത്താണ്, അത് അല്ലാഹുവിന്റെ ദീനാണ്, അത് വിട്ടൊരു കളിയില്ല. ഒരൊറ്റൊരു ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാത് നിർത്തട്ടെ. മുഹറം 10 സമയത്ത് ഒരു പാവപ്പെട്ട മനുഷ്യന് മദീനയിലേക്ക് കടന്നു വരികയാണ്. മുഹറം 10 ദിവസം ഒരു പാവപ്പെട്ട മനുഷ്യന് മദീനയിലേക്ക് കടന്നു വരുന്നു. സുബ്ഹാനല്ലാഹ്, ദാഹിച്ച മനുഷ്യനാണ്, പാവപ്പെട്ട മനുഷ്യനാണ്. അയാൾ ഇങ്ങനെ മദീനയിലേക്ക് വരുന്ന സമയത്ത് ഒരാൾക്കൂട്ടം കാണുന്നു. അവിടത്തേക്ക് ചെല്ലുന്നു, അവിടെ ചെന്ന് ചോദിക്കുന്നു, എനിക്ക് ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങളുടെ മദ്ഹൊന്ന് പറഞ്ഞു തരണേ, അതിന്റെ പേരിൽ ഒരു ഭക്ഷണം തരണേ എന്നതാ പാവപ്പെട്ട മനുഷ്യൻ ആൾക്കൂട്ട കൂടിയ സ്ഥലത്ത് അങ്ങോട്ട് ചെന്നപ്പോ സുബ്ഹാനല്ലാഹ്, ആ സദസ്സിൽ നിന്നൊരാള് ചാടി വീഴുകയാണ്. ഒരു ജെന്റിൽമാനാണ് അദ്ദേഹം, നല്ല വിരിഞ്ഞ മാർപ്പിടമുള്ള, നല്ല ആരോഗ്യമുള്ള, നല്ല പ്രഷരിപ്പുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അയാള് ചാടി വീണ് ഇയാളെ കയ്യിൽ പിടിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, നിനക്ക് മദ്ഹല്ലടാ വേണ്ടത്, എന്റെ കൂടെ വാടോ. ഇയാള് മനസ്സിലാക്കി സിദ്ദീഖ് തങ്ങളുടെ പേര് പറഞ്ഞപ്പോ എനിക്ക് വല്ലാത്ത ബഹുമാനമാണ്, ഭക്ഷണമൊക്കെ ലഭിക്കുമെന്ന സന്തോഷത്തോട് ഇയാളെ പിന്നാലെ നടക്കുന്നു. അങ്ങനെ വീട്ടിലെത്തുന്നു, ഇയാളെ അകത്തിരുത്തുന്നു, ഇയാൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നു എന്നാണ് ഇയാള് മനസ്സിലാക്കിയത്. പക്ഷേ ആ വീട്ടുകാരൻ അകത്തേക്ക് കടന്നു ചെല്ലുന്നു, ഒരു മൂർച്ചയേറിയ വാളെടുക്കുന്നു, എന്നിട്ട് ഇയാളുടെ മുമ്പിലേക്ക് വരുന്നു. ഇയാളുടെ മുമ്പിലേക്ക് വരികയാണ്. ഇയാളുടെ നാക്ക് പുറത്തേക്ക് വലിക്കുന്നു. ഇനിമേലാൽ സിദ്ദീഖ് തങ്ങളുടെ മദ്ഹ് ചോദിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ് നാക്കിനെ പുറത്ത് വലിച്ചിട്ട് ഇയാള് മുറിച്ചു കളയുന്നു. സുബ്ഹാനല്ലാഹ്, ഇയാളുടെ നാവ് മുറിക്കപ്പെട്ടു, വായ് നിറയെ രക്തമാണ്. ഇയാൾക്ക് വായണയ്ക്കാൻ കഴിയുന്നില്ല. ആ സമയത്തിലാണ് ഇയാള് ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നു. നബി തങ്ങളുടെ റൗളയുണ്ടല്ലോ, മാ ബൈന ഖബരി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ലോകത്ത് വെച്ചൊരു സ്വർഗമുണ്ടെങ്കിൽ ഞാൻ കിടക്കുന്ന സ്ഥലമുണ്ടല്ലോ, മിഹ്റാബിന്റെ ഇടയിലുള്ള സ്ഥലമാണ്.
നബിതങ്ങളുടെ അവിടുത്തെ റൗളയാണല്ലോ ഖിബ്ലത്തു ഖൽബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഖിബ്ലയാണല്ലോ, ഖൽബിന്റെ ഖിബ്ലയാണല്ലോ. ആ നബിതങ്ങളെ സ്നേഹിക്കുന്നവർക്ക് പിന്നെ ലോകം വേണ്ട, നബിതങ്ങളെ പ്രേമിക്കുന്നവർക്ക് പിന്നെ ദുനിയാവ് കിട്ടിയാൽ, ദുനിയാവിന്റെ ഏറ്റവും നല്ല സൗന്ദര്യമുള്ള സാധനം പോലും കിട്ടിയാൽ അവർക്ക് വേണ്ട. ആ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ റൗളയുടെ അടുത്തേക്ക് ചെല്ലുന്നു. വായിക്കൊണ്ട് സലാം പറയാൻ കഴിയുന്നില്ല, അവിടുന്നതാ മനസ്സുകൊണ്ട് സലാം പറയുന്നു. നബിതങ്ങളോട് കംപ്ലൈന്റ് പറയുന്നു. യാ ഖൈറ മൻ ദുഫിനത ബിൽഖാഇ യഉമുഹു ഫതാബ മിൻ തിബിഹി നൽഖാഉ വൽ അക്മു നഫ്സി ഫിദാഉ ലിഖബ്രിൻ അൻത സാകിനുഹു ഫീഹിൽ ലഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. ആ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളയുടെ അടുത്തേക്ക് വന്നിട്ട് പൊട്ടിക്കരയുന്നു. യാ റസൂലല്ലാഹ്, നബിയേ എന്റെ നാക്ക് മുറിക്കപ്പെട്ടിരിക്കുന്നു. നബി തങ്ങളുടെ മദ്ഹ് ചോദിച്ചപ്പോ, സിദ്ദീഖ് തങ്ങളുടെ മദ്ഹ് ചോദിച്ചപ്പോ എന്റെ നാക്ക് മുറിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നബി തങ്ങളോട് കരഞ്ഞ് മറുപടി പറഞ്ഞപ്പോൾ കംപ്ലൈന്റ് പറയുകയാണ്. ഒരുപാട് നേരം കരഞ്ഞു ഇയാള് അവിടെ തന്നെ കുത്തിരിക്കുന്നു. ആ ഇരുത്തത്തിൽ തന്നെ ഒരു ചെറിയ മയക്കം വരുന്നു. ഉറക്കത്തിലതാ കടന്നു വരുന്നു ലോകത്തിന്റെ നേതാവ് മുഹമ്മദിനിൽ മുസ്തഫ. എന്താ പോലെ നിനക്ക് പറ്റിയതെന്ന് ചോദിക്കുമ്പോ ഞാനങ്ങ് മറുപടി പറയുന്നു. നബി തങ്ങളെ വിളിക്കുന്നു. സിദ്ദീഖ്, നിങ്ങളുടെ മദ്ഹ് ചോദിച്ചപ്പോൾ ഇതാ ഈ മനുഷ്യന്റെ നാക്ക് മുറിക്കപ്പെട്ടിരിക്കുന്നു, അതിനൊന്ന് ഏതാ സ്ഥാനത്തിൽ വെച്ചു കൊടുത്തു. സിദ്ദീഖ് തങ്ങളെ കടന്നു വരുന്നു. ആ മനുഷ്യന്റെ കയ്യിൽ കിടക്കുന്ന നാവുണ്ടല്ലോ, അതതാ മനുഷ്യന്റെ വായിലങ്ങ് വെക്കുന്നു, പതുക്കെ തടകി കൊടുക്കുന്നു. നബിതങ്ങൾ അതാ തടകി കൊടുക്കുന്നു. ആ സമയത്തിലാണ് ഇയാൾക്ക് ബോധം വരുന്നു. ഇഷാറത്തായി നോക്കിയപ്പോ എന്റെ നാക്കതായത് ആ സ്ഥാനത്ത് കിടക്കുന്നു. ഇയാളുടെ സൗന്ദര്യത്തിന് അതിരില്ല. ഇയാള് സൗന്ദര്യം കൊണ്ട് തുള്ളിച്ചാടുന്നു. നബിതങ്ങളെ മദ്ഹ് പറയുന്നു. യാ റസൂലല്ലാഹ്, പാവങ്ങളുടെ അത്താനിയായ നബിയേ, സാധുക്കളുടെ സംരക്ഷകരായ നബിയേ, ഉമ്മത്തികളെ സ്നേഹിക്കുന്ന നബിയേ, എന്റെ നാക്ക് തിരിച്ചു തന്നിട്ടുണ്ടല്ലോ. ഒരുപാട് സലാത്തും സലാമും ചൊല്ലിയാള് അവിടുന്ന് നാട്ടിലേക്ക് തിരിക്കുന്നു. അടുത്ത കൊല്ലമായപ്പോ എന്റെ നാവ് തന്ന നബി തങ്ങളുടെ റൗള സിയാറത്ത് നടത്തണമല്ലോ. അവിടെ വീണ്ടും വരുന്നു. ആ മനുഷ്യനെ വീണ്ടും മദീനയിലേക്ക് കടന്നു വരുന്നു. എപ്പോഴാണ് മുഹറമിന്റെ അതേ ദിവസം അങ്ങനെ എത്തുക
വെക്കുകയാണ്. നോക്കുമ്പോ പഴയതുപോലെ ആൾക്കൂട്ടം കാണുകയാണ്. അവിടെ ചൊല്ലുന്നു, എന്റെ നാക്ക് മുറിക്കപ്പെട്ടിട്ടുണ്ടല്ലോ, നബിതങ്ങൾ എനിക്ക് നാക്ക് തിരിച്ചു തന്നിട്ടുണ്ടല്ലോ, ആ നബിതങ്ങളെ കണ്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇനി എനിക്ക് എന്തായാലും കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നമൊന്നുമില്ല. എന്റെ ശരീരം ഇഞ്ചിഞ്ചായിക്കൊണ്ട് കൊലപ്പെടുത്തിയാൽ പോലും എനിക്ക് പ്രശ്നമേ അല്ല. ഇയാള് പോയി ചെന്ന് ചോദിക്കുകയാണ്, എനിക്കൊന്ന് സിദ്ദീഖ് തങ്ങളുടെ മദ്ഹ് തരണേ. അപ്പോഴാണ് ഒരാള് വീണ്ടും ചാടുന്നു, ഇയാളുടെ കൈ പിടിക്കുന്നു, ഇയാളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. കഴിഞ്ഞ വർഷത്തിനേക്കാൾ വിപരീത മനസ്സിലാക്കുന്നു. ഇന്നെനിക്ക് ഭക്ഷണമില്ല, എന്നെ ഇഞ്ചിഞ്ചായിക്കൊണ്ട് കൊലപ്പെടുത്താനായിരിക്കാം എന്നെ കൊണ്ടുപോകുന്നത്, എന്നാൽ സാരമില്ല, എന്റെ നബിതങ്ങൾക്ക് വേണ്ടിയാണല്ലോ എന്ന് പറഞ്ഞ് ഈ മനുഷ്യനെ കൊണ്ടുപോകുന്നു. നോക്കുമ്പോൾ അവിടെ നല്ല ഹൃദ്യമായ സൽക്കാരമാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെല്ലാം കഴിഞ്ഞിട്ട് ഇയാള് പോകാൻ വേണ്ടി നിൽക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ പറയുന്നു, പ്രിയപ്പെട്ട കൂട്ടുകാരാ, നിന്നോടൊരു കാര്യം പറയട്ടെ. വീട്ടിന്റെ ഒരു സ്ഥലത്തുള്ള കർട്ടൻ അങ്ങ് വലിക്കുന്നു. ഒരു കർട്ടൻ വലിച്ചിട്ട് പറയുകയാണ്, അതെന്റെ വാപ്പയാ, അതെന്റെ അതെന്റെ വാപ്പയാ, കിറുതത്തം മറുബൂത്ത, കെട്ടിടപ്പെട്ട കൊരങ്ങിനെ കാണുന്നു. ഒരു ചങ്ങല കൊണ്ട് മുറുക്കി കെട്ടിയ ഒരു കൊരങ്ങിനെ കാണുന്നു. ചോദിച്ചു, ചെറുപ്പക്കാര, എന്താ കൊരങ്ങിനെ കാണിച്ചിട്ട് എന്റെ വാപ്പയാണെന്ന് പറയാൻ കാരണം? അതേ മനുഷ്യ, കഴിഞ്ഞ കൊല്ലം നിങ്ങൾ മദ്ഹ് ചോദിച്ചപ്പോ നിങ്ങളുടെ നാക്ക് മുറിച്ചു തന്നില്ലേ, ഇതാ വാപ്പയാ. നിങ്ങൾ ഈ സ്ഥലം വിട്ടതിന്റെ ശേഷം, മദീന വിട്ടതിന്റെ ശേഷം, അതാ എന്റെ വാപ്പയുടെ കോലം മറച്ചിരിക്കുന്നു, എന്റെ വാപ്പൻ കോലം മാറിയിരിക്കുന്നു. നിങ്ങളുടെ നാക്ക് മുറിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് എന്റെ വാപ്പാനെ ദുആ ചെയ്യണേ, ഒരിക്കലും ഇത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം നിലവിളിക്കുന്നു. അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചു. ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സഹോദരിമാരെ, എല്ലാം ആധുനികമായ ഫാഷനുകളെ മാറ്റിവെച്ചിട്ട് അമേരിക്കക്കാരന്റെ ചീഞ്ഞു നാറിയ ആ സംസ്കാരം മെച്ചലുകളെ തലയിൽ വെച്ച ഭ്രാന്തന്മാരായി നമ്മുടെ ചെറുപ്പക്കാര് നടന്നില്ലേ? മുടി വെട്ടുന്നതിന്റെ കോലമോ, താടി വെട്ടുന്നതിന്റെ കോലമോ, ഡ്രസ് ധരിക്കുന്നതിന്റെ കോലമോ, ഏതോ പാശ്ചാത്യക്കാരന് വെട്ടിയ തലവെട്ടലുണ്ടല്ലോ, അഥവാ മുടിവെട്ടലുണ്ടല്ലോ, നമ്മുടെ ചെറുപ്പക്കാര് വെട്ടി നടക്കുന്നില്ലേ? നമ്മുടെ ചെറിയ കുട്ടികളെ കൊണ്ടുപോയിട്ട്, നമ്മുടെ ചെറിയ ഉമ്മമാര് ബാർബർ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അമ്മോടല് വെട്ടിക്കളയുന്നില്ലേ? ഉമ്മമാരെ നിർത്തിവെക്കണോ? നിങ്ങൾ ഏറ്റവും സ്നേഹിക്കേണ്ട നേതാവ് മുഹമ്മദുൽ മുസ്തഫ, ആ ചെറിയയെ പിൻപറ്റിക്കൊണ്ട് ഞങ്ങൾ ജീവിക്കണോ? ഏത് അമേരിക്കക്കാരന്റെ സംസ്കാരം ഞങ്ങൾക്ക് ആവശ്യമില്ല, ചീഞ്ഞു നാറി എച്ചിരികള് ഞങ്ങൾക്ക് ആവശ്യമില്ല, അവരുടെ ഡ്രസ്സ് ഞങ്ങൾക്ക് ആവശ്യമില്ല. ആ നബിതങ്ങളിലേക്ക് സമർപ്പിച്ചു, ആ നബിതങ്ങളിലേക്ക് അതാ എല്ലാം നൽകി. कुर्बान हो उनके
नक्शे कदम पर मेरा दीनो ईमान उनके हदा है ചരിത്രം പറയാൻ സമയമില്ല. ബഹുമാനപ്പെട്ട അഹമ്മദ് റിളാ ഖാൻ ബറേൽവി പറഞ്ഞില്ലേ, മേ ഖുർബാൻ ഹോ ഉൻകേ നഖ്ശേ ഖദം ഫർ. അതേ, എന്റെ ശരീരത്തെ നിങ്ങളുടെ കാലിന്റെ അടിഭാഗത്തിലേക്ക് ഞാൻ ഖുർബാൻ കൊടുത്തിരിക്കുന്നു, സമർപ്പിച്ചിരിക്കുന്നു. നബിതങ്ങളല്ലാത്തതൊന്നും എനിക്ക് വേണ്ട. കാരണം എന്താണെന്നറിയോ? മേരാ ദീനോ ഈമാൻ ഉനുകേ ഹദാ ഹേ. എനിക്ക് ദീന് തന്നത്, എനിക്കതാ ഈമാന് തന്നത്, എനിക്ക് എല്ലാം തന്നത് അത് നബിതങ്ങളാൽ. മേരാ നബി കേ ഫസീലത്ത് छुपा नहीं सकते. ആ നബിതങ്ങൾ സാധാരണ മനുഷ്യനെന്ന് ആര് പറയുന്നുണ്ടോ അവന് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കട്ടെ. നബിതങ്ങളെ വാഴ്ത്തിക്കളഞ്ഞിരിക്കുന്നു. ആ നബിതങ്ങളെ ബഹുമാനോ, ആ നബിതങ്ങളെ ശ്രേഷ്ഠത മടക്കി വെക്കാൻ ഇവിടെ ഒരാളെ കൊണ്ട് കഴിയുന്നതേ അല്ല. ഹസാർ സജിദു പേ സജിദേ കിയാ കറോ लेकिन बेगैर हुब्बे नबी खुल्द पा नहीं सकते. നീ 1000 വർഷം റബ്ബിലേക്ക് സുജൂദ് ചെയ്താൽ, എത്രയോ കാലം നീ അല്ലാഹുവിലേക്ക് സുജൂദ് ചെയ്താൽ, നബിതങ്ങളോട് സ്നേഹമില്ലെങ്കിൽ നിനക്കൊരു കാര്യവുമില്ല. റബ്ബിലേക്ക് നിന്റെ സുജൂദ് വേണ്ട. അതുകൊണ്ട് ചെറുപ്പക്കാരാ, ദുരൂ നസ്ദീക് കേ സുന്നേ വാലേ വോ കാനല്ലേ കറാമത്ത് പേ ഈ നാട്ടിലുള്ള, ഈ കാസർഗോഡ് ജില്ലയിലുള്ള ഈ പരിപാടിയുണ്ടല്ലോ, നബിതങ്ങൾ അതാ കേൾക്കുന്നുണ്ട് കേട്ടോ, കാണുന്നുണ്ട് കേട്ടോ, അവിടുന്ന് വീക്ഷിക്കുന്നുണ്ട് കേട്ടോ. കാനല്ലേ കറാമത്ത് പേ ലക്കോ സലാം, ലക്കോ സലാം. അതുകൊണ്ട് ഖുദാ കീ കസം മുझे पे ഫസ്ലേ ഖുദാ ഹേ. ഞാൻ സത്യം ചെയ്തുകൊണ്ട് പറയട്ടെ, മഹാനായ കവി പറയുകയാണ്, കേസദാമനെ മുസ്തഫ ഹേ. എല്ലാ നബിതങ്ങളെക്കാണ് സമർപ്പിക്കുന്നത്, എല്ലാ നബിതങ്ങളാണ്. എന്റെ ജീവിതത്തിൽ ഒരൊറ്റൊരു ദിവസം നബിതങ്ങളെ കാണാതെ ഞാൻ ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ആ നബിതങ്ങളെ കാണണ്ടേ ചെറുപ്പക്കാരാ, ആ നബിതങ്ങളെ നോൽക്കണ്ടേ ചെറുപ്പക്കാരാ. ദിവസത്തിൽ ഒരു 100 സ്വലാത്തെങ്കിലും ചൊല്ലിയിട്ട് ഞങ്ങൾ കിടന്നുറങ്ങരുതേ. ആ ഉറക്കം ഒരു 100 സ്വലാത്തിന്റെ ശേഷമാകട്ടെ. ആ ഉറക്കം നബിതങ്ങളെ കാണുന്ന ഉറക്കമാകട്ടെ. സുബ്ഹാനല്ലാഹ്. ഈ കഴിഞ്ഞ വർഷം ഞാനൊരു പരിപാടി മലപ്പുറം ജില്ലയിലെ എരമംഗലം എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് വഅദിന് ചെന്നപ്പോ 2 ദിവസം ഞാൻ അവിടെ മദ്ഹുർ റസൂൽ പ്രഭാഷണം നടത്തുകയാണ്. അങ്ങനെ നടത്തുകയും ഞാൻ തിരിച്ചു വരുന്നു. 1 മാസം മുമ്പ് +2 പഠിക്കുന്ന ഒരു പെൺകുട്ടി വിളിച്ചു പറഞ്ഞു, ഉസ്താദേ, ഞാൻ അന്ന് സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങിയപ്പോൾ 3 മാസമായി ഞാൻ നബിതങ്ങളെ കാണുന്നു. നബിതങ്ങളെ കണ്ടതിന്റെ ശേഷം ഞാൻ ദുനിയാവിൽ നിന്ന് ഒന്നും ആഗ്രഹിച്ചില്ല. ആ നബിതങ്ങളെ പല പല പ്രാവശ്യം കാണാൻ എന്റെ കണ്ണ് കൊതിക്കുന്നു. ഹബീബിന്റെ വർണ്ണം വിശദീകരിക്കുന്നു. ഞാൻ ചിന്തിച്ചു പോയി, പടച്ച റബ്ബേ, 20 കൊല്ലത്തോളമായി വഅദ് പറയാൻ തുടങ്ങിയിട്ട്, 15-12 കൊല്ലത്തോളമായി വഅദ് പറയാൻ തുടങ്ങിയിട്ട്, ഒരുപാട് റസൂലുള്ളാഹിന്റെ മദ്ഹിന്റെ സദസ്സിൽ കൂടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് നബിതങ്ങളെ സ്നേഹിച്ച് സ്വലാത്ത് ചൊല്ലി ജീവിച്ച് മരിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി.
സഹോദരന്മാരെ, അല്ലാഹു നമ്മുടെ ജീവിതമൊക്കെ ഖൈറിലാക്കി തെരുമാറാവട്ടെ. ചെയ്തവർക്ക് പോകാനുണ്ട്, എനിക്കും അപ്പുറം പോകാനുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞില്ല, നിങ്ങളാണെങ്കിൽ അതിനേക്കാൾ അപ്പുറം ക്ഷീണിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾ ഖൈറിലാക്കി തെരുമാറാവട്ടെ. പിന്നെ നിങ്ങളോട് എനിക്ക് ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ, എൻ്റെ നാട്ടിൽ നെല്ലിയാടിയാണ് എൻ്റെ നാട്. ഒരു 5 പെൺകുട്ടികളുടെ ഒരു പാവപ്പെട്ട ഒരു 30 വയസ്സ് 28 വയസ്സുള്ള പെൺകുട്ടികളുടെ ഒരു കല്യാണത്തിന്റെ ഒരു സാമൂഹിക ഒരു കല്യാണം ഇൻഷാ അല്ലാഹ് ജനുവരി 15-ാമത്തെ തീയതി നടക്കുകയാണ്. അപ്പൊ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തത്. ഒരു 10 ലക്ഷത്തോളം പൈസ ആവശ്യമുണ്ട്. അപ്പോൾ നേരത്തെ ഈ ബാനാകുന്നതിന് മുമ്പാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇപ്പോഴാണ് നമുക്ക് വലിയ പ്രശ്നമായിട്ട് സാമ്പത്തികമായിട്ട് ബാധിച്ചു കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കാര്യമായി ദ്വാരക്കണം. അതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ചെയ്തവர்கள் ദ്വാരക്കണം. അൽഹംദുലില്ലാ, നിങ്ങൾക്ക് ഭാഗ്യവാന്മാരാണ്. നമ്മുടെ ഈ മഹത്തായ മജ്ലിസിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കുടുംബത്തിന്റെ കൈപിടിച്ചൊന്ന് മുസാഫാത്ത് ചെയ്യാൻ അല്ലാഹു ഞങ്ങൾക്ക് ഭാഗ്യം നൽകുന്നുണ്ടല്ലോ. ആ നബി തങ്ങളെ കണ്ടില്ലെങ്കിലും ആ നബി തങ്ങളുടെ കുടുംബത്തിനെ കാണുന്നത് പോലെ ആ കൈപിടിച്ചൊന്ന് മുസാഫാത്ത് ചെയ്യുമ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈപിടിച്ച് മുസാഫാത്ത് ചെയ്യുന്നത് പോലെയാണ്. വലിയ അത്ഭുതം നമ്മുടെ കുമ്പോൾ തങ്ങന്മാർക്ക് പറയാനുണ്ടല്ലോ. ലോകത്ത് ഒരുപാട് തങ്ങന്മാരുണ്ട്. അതിൽപ്പെട്ട ഒരു കുമ്പോൾ തങ്ങന്മാർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പ്രത്യേകമായി പിന്നെ പറയേണ്ടതില്ലല്ലോ. അവരുടെ തൊട്ടടുത്ത സ്ഥലമാണല്ലോ. അതുകൊണ്ട് വലിയൊരു ഭാഗ്യവാന്മാരാണ്. അല്ലാഹു എല്ലാവർക്കും ബറക്കത്ത് നൽകുമാറാവട്ടെ. ഈ മഹത്തായ പരിപാടിയിലേക്കൊക്കെ നിങ്ങൾ സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി എന്റെ ഈ കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകമായി ദ്വാരക്കണം. ആരെങ്കിലും പണം തരാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ പിന്നെ ലാസ്റ്റ് ആരെങ്കിലും തരാൻ ഉദ്ദേശമുള്ളവരുണ്ടെങ്കിൽ ആ ഒരു മഹത്തായ ഒരു പരിപാടിക്ക് വേണ്ടി, കാരണം ഒരുപാട് പാവപ്പെട്ട പെൺകുട്ടികളാണ്, അവർ ഒന്നിനു വഴിയില്ലാത്ത പെൺകുട്ടികളാണ് നമ്മൾ തെരഞ്ഞെടുത്തത്. അതൊരു വലിയ ഉപകാരമായിരിക്കും, ജീവിതത്തിൽ വലിയൊരു കാവലായിരിക്കും. അല്ലാഹു അതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. ആർക്കെങ്കിലും അവസാനം തരാൻ ഉദ്ദേശമുണ്ടെങ്കിൽ എന്റെ വകയിലും ഒരു ചെറിയൊരു അംശം ആ കല്യാണത്തിന് ഇരിക്കട്ടെ എന്ന് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് വഅദ് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒക്കെ ദ്വാരക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.